ഓക്കെ, ലൈക്ക് ആസ് പ്രോമിസ് ആ കൂടെ ലൈക്ക് 4 സ്ലൈഡ്സേ ഉള്ളൂ. ബാക്കി എല്ലാം തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ആ ടൂൾസ് ഡിസ്കസ് ചെയ്ത് പോകാം കേട്ടോ. അതിന്റെ ഓരോ കാര്യങ്ങളും അതിന്റെ ഓരോ വശങ്ങളും അത് ചിലർക്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് പാട് വരുമായിരിക്കും. അപ്പം അത് ഞാൻ ഒന്ന് വോക്ക് ത്രൂ ചെയ്ത് പോകാം അതെങ്ങനെയാ സെറ്റപ്പ് ചെയ്യുന്നത് ബബ്സ്യൂട്ടിന്റെ കാര്യത്തിൽ. റൈറ്റ്, സോ ഡേ 4 ബബ്സ്യൂട്ട്. റൈറ്റ്, ഓക്കെ. സോ ബേസിക്കലി ഇത് തുടങ്ങുന്നതിന് മുമ്പായിട്ടുള്ളൊരു ചോദ്യമാണ്, നിങ്ങളുടെ മനസ്സിലൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ നിങ്ങളൊരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുമ്പോഴത്തേനും എന്താണെന്നാണ് തോന്നുന്നത്? അതെന്തായിരിക്കും സംഭവിക്കുന്നത്? ഇൻ ദ ബാക്ക് എൻഡിലോ അല്ലെങ്കിൽ നിങ്ങളൊരു google.com എന്നൊക്കെ ആയിരിക്കുമ്പോഴത്തേനും എന്തായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് ആ google.com വന്നെത്താനായിട്ടുള്ള കാരണങ്ങളും അല്ലെങ്കിൽ അതിലുള്ള വഴികളും ഒക്കെ എന്താണെന്നാണ് തോന്നുന്നത്? എനിക്കത് അങ്ങനെ കേട്ടപ്പോൾ ഉടനെ തോന്നിയത് ലൈക്ക് API കോൾസ് അങ്ങനത്തെ കാര്യത്തെ പറ്റി. റൈറ്റ്, ഓക്കെ. API കോൾസ് ആക്ച്വലി മോഡേൺ ഡേ വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ മോഡേൺ ഡേ വെബ് ഡെവലപ്മെന്റിലൊക്കെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് API കോൾസിലൂടെയാണ്. API കോൾസിലൂടെയാണ് നമ്മൾ മോഡേൺ ഡേ കാര്യങ്ങളെല്ലാം തന്നെ ഓടുന്നത് API കോൾസ് ആണ്. റൈറ്റ്, ഗുഡ് ഓൺ ഐബ. റൈറ്റ്, സ്പോട്ട് ഓൺ. വാട്ട് എൽസ്? വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? റൈറ്റ്, ഓക്കെ. അപ്പൊ ഞാൻ മുന്നോട്ട് പോവാം. സോ ലൈക്ക് അത് പറഞ്ഞ പോലെ തന്നെ നമ്മള് ഇപ്പം മോഡേൺ ഡേ വെബ്സൈറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് API കോൾസും അല്ലെങ്കിൽ ലൈക്ക് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതിയും അത് അങ്ങോട്ടും ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്ന രീതി. API സിംപ്ലി മീൻസ് ലൈക്ക് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്നാണ് പറയുന്നത്. ഇത്രയും വലിയ പേരൊക്കെയാണ്, പക്ഷെ ആക്ച്വലി ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്. ഒരു സോഫ്റ്റ്വെയറിൽ നമ്മൾ സംസാരിപ്പിക്കുന്ന ഒരു ഒരു ഇടനിലക്കാരൻ അല്ലെങ്കിൽ മിഡിൽ മാൻ ഒന്നും ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. ബട്ട് ഞാൻ ഇതിനെപ്പറ്റി ലൈക്ക് പറഞ്ഞു തരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു തട്ട് താഴേക്ക് ഇറങ്ങാം. ലൈക്ക് ഈ API എന്ന് പറയുന്ന ഈ ഒരു ഇങ്ങനെ സിസ്റ്റത്തിന് തൊട്ട് മുമ്പായിട്ട് ആക്ച്വലി ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റ് ടെക്സ്റ്റ് ആയിരുന്നു. അത് കേൾക്കുമ്പോഴത്തേനും ഒരു അത്ഭുതം തോന്നുന്നത്, ടെക്സ്റ്റോ അതെങ്ങനെയാണ് ശരിയാവുന്നത്? HTML, CSS, JavaScript അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും. ആക്ച്വലി നിങ്ങളുടെ ഇൻഡ്യൂഷൻ ശരിയാണ്. ബേസിക്കലി നിങ്ങളൊരു google.com എന്ന് നിങ്ങൾ ബ്രൗസറിൽ അടിച്ചു കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു റിക്വസ്റ്റ് പുറപ്പെടും. അപ്പം ഈ റിക്വസ്റ്റ് പുറപ്പെട്ട് ലൈക്ക് ഗൂഗിളിലെ സെർവറിൽ ചെന്ന് അവിടുത്തെ ലൈക്ക് സം മാജിക് ഒക്കെ വന്നിട്ട് ആ മാജിക് എന്നാ നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞു തരാം. ഞാനൊരു ചെറിയൊരു ഇന്ററാക്റ്റീവ് സെഷൻ വെക്കുന്നുണ്ട്. ഒക്കെ വന്നിട്ട് അവിടുന്ന് തിരിച്ച് ഈ ഒരു ലൈക്ക് google.com.html, പണ്ടത്തെ കാലത്താണ് google.com.html എന്ന് പറഞ്ഞുള്ള ഒരു പേജിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യും. അപ്പോൾ റിട്ടേൺ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ഈ ഡെവലപ്പർ ടൂൾസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറിയാതെ എപ്പോഴേലും നിങ്ങൾ കമ്പ്യൂട്ടർ കഴിച്ച് വെക്കുമ്പോഴത്തേനും F12 അല്ലെ ഏതെങ്കിലും ബട്ടൺ ഞെക്കുമ്പോഴത്തേനും എന്താ പറയാ കുറെ കോഡ് പോലെ HTML ഒക്കെ വരുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതാണ് ശരിക്കും റിട്ടേൺ ചെയ്യുന്നത്. പക്ഷെ റിട്ടേൺ ചെയ്യുമ്പോഴത്തേനും ബ്രൗസർ എന്ത് ചെയ്യും? ആ HTML അതെല്ലാം ഒന്ന് റീഡ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് കാണാൻ പാകത്തിനായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് നമ്മൾ മുന്നിലെടുത്തത്. ഇറ്റ്സ് ജസ്റ്റ് ടെക്സ്റ്റ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ടെക്സ്റ്റ് മാത്രമാണ്. ഓക്കെ, അടുത്ത സ്ലൈഡ് വരുന്ന എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ലൈക്ക് കണക്ടിങ് ഇറ്റ് ഓൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. കാരണം നിങ്ങൾ പറഞ്ഞ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബ്രൗസർ DNS അല്ലെങ്കിൽ ഡിഫി ഹെൽമാൻ. ഈ ഇയർ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് ഡിഫി ഹെൽമാൻ ഒത്തിരി പേർക്ക് അറിയത്തില്ലായിരുന്നു. അത് പറയുകയുണ്ടായി. അത് പറഞ്ഞു തന്നെ ആദ്യമായിട്ട് കേൾക്കുന്നതൊക്കെ പറഞ്ഞു. പിന്നെ TCP പറ്റി പറഞ്ഞായിരുന്നു, TCP ഹാൻഡ് ഷേക്ക്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ് ലൈക്ക് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം ഇത് എങ്ങനെയാണ് ഇതിന്റെ ഫ്ലോ പോകുന്നതാണ്. വാട്ട് ഈസ് ഇൻസ്പെക്ട് ഓപ്ഷൻ? എക്സാക്ട്ലി അത് തന്നെ. അതായത് നമ്മൾ ഇൻസ്പെക്ട് ഓപ്ഷനിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാം എന്താണ് റിട്ടേൺ എന്താണ് റിട്ടേൺ ചെയ്ത ടെക്സ്റ്റ് എന്നുള്ളത്. റൈറ്റ്, നമ്മളിപ്പോ ഒരു ഇതിപ്പോ എടുക്കുവാണെങ്കിൽ ഞാൻ ഐ ഗസ് ഇറ്റ്സ് F12 ഫയർഫോക്സ്. ഓക്കെ, ഫയർഫോക്സ് F12 അല്ല. ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കണ്ട ഈ ഒരു കോഡ് വന്നിരിക്കുന്ന ലൈക്ക് ഞാൻ ഒരു കാര്യം സെൻഡ് ചെയ്തു, എനിക്ക് തിരിച്ചു കിട്ടിയ ടെക്സ്റ്റ് ആണിത്. പക്ഷെ ഇങ്ങനെയല്ല നമ്മുടെ ഇവിടെ ലൈക്ക് എന്താ പറയാ ഡിസ്പ്ലേ ആയി വന്നിരിക്കുന്നത്. അല്ല, ഇങ്ങനെയല്ല. ഇങ്ങനെ ബോഡി ക്ലാസ് എന്ന് പറഞ്ഞൊന്നും കാണുന്നില്ല. പക്ഷെ ഈ ഒരു സാധനം പാഴ്സ് ചെയ്താണ് നമുക്കൊരു പ്രോപ്പർ ടെക്സ്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ആവുന്നത്. ഇതാണ് റിട്ടേൺ ചെയ്യുന്ന സെർവർ. ഇതല്ല, ഐ മീൻ ലിറ്ററലി ഇതല്ല. ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേനും അതാണ് റിട്ടേൺ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ന്യൂ ലേൺ സൈബർ സെക്യൂരിറ്റി ബൂട്ട് ക്യാമ്പ് എടുക്കാം. ഇതുണ്ടോ, ഇവിടെ പല ബോഡി നാവ് എന്ന് പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് ഇതെല്ലാം പാഴ്സ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ
സെലക്ട് ചെയ്യുമ്പോൾ ഇതേപറ്റി ഞാൻ കൂടുതൽ വരാൻ കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ വരുന്നുണ്ട്. കാരണം ഞാൻ ടൂൾസിനെ പറ്റി സംസാരിക്കും, അല്ലെങ്കിൽ വെബ്സൈറ്റിനെ പറ്റി സംസാരിക്കുമ്പോഴത്തേനും ലൈക്ക് എന്തുകൊണ്ടാണ് വെബ്സൈറ്റ് ഉപയോഗിക്കുന്നത് അതിനെപ്പറ്റി വരുമ്പോഴത്തേക്കും ഞാൻ കൂടുതൽ ഈ ഒരു കാര്യങ്ങളെ പറ്റി എല്ലാം പറഞ്ഞുതരാം കേട്ടോ. അല്ലെ, അപ്പം ഈ ഒരു സാധനമാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പം യെസ് വിശാൽ, ഇതാണ് ഇൻസ്പെക്ടർ എന്ന് പറയാം. ഞാൻ പറഞ്ഞതുപോലെ ഇത് ആർക്കെങ്കിലും പറയാമോ? ആർക്കെങ്കിലും ഒന്ന് ലൈക്ക് ഒന്ന് റൺ ഡൗൺ ചെയ്യാമോ? എവിടെ നിന്ന് തുടങ്ങുന്നു? മേ ബി ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ബ്രൗസറിൽ നിന്ന് ഞാനൊരു google.com എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് വിടുന്നു. അതെങ്ങോട്ട് പോകുന്നു? DNSലേക്ക് പോകുന്നു. DNS തപ്പുമാണ് google.com എന്ത് ചെയ്യുന്നത്. അല്ലെ, അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞിരിക്കുന്നത്. DNSന്റെ ലൈക്ക് എന്താണ്, DNSൽ എന്താണ് സംഭവിക്കുന്നത്? ലൈക്ക് റിവേഴ്സ് ലുക്കപ്പ് ആണോ, ഫോർവേഡ് ലുക്കപ്പ് ആണോ, എന്താണ് തോന്നുന്നത്? IP അഡ്രസ് വന്നിട്ട് ഡൊമൈൻ കണ്ടുപിടിക്കുന്ന ഫോർവേഡ് ലുക്കപ്പ് ആണോ, റിവേഴ്സ് ലുക്കപ്പ് ആണോ? ഫോർവേഡ്. യെസ് വിശാൽ, കറക്റ്റ് ആണ്. ഫോർവേഡ് ലുക്ക്. നമ്മൾ IP അതിൽ നിന്ന് google.com എവിടെയാണെന്ന് കാണിക്കും. സോറി, ലൈക്ക് തിരിഞ്ഞു പോയി. ലൈക്ക് ഓക്കെ, താങ്ക്സ് ആണ്. ലൈക്ക് google.com വെച്ചിട്ട് അതിന്റെ IP കണ്ടുപിടിക്കുന്നത്. റൈറ്റ്, ഓക്കെ. ഫോർവേഡ് ലുക്കപ്പ് ആണ് എന്ന് പറയുന്നത് കേട്ടോ. ഫോർവേഡ് ലുക്കപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. But browser needs an IP address from router. Yeah, actually yes. അതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ലൈക്ക് നടക്കുന്നുണ്ട്. ഇൻ ദ സെൻസ് ലൈക്ക് ചെല്ലുന്നു, തിരിച്ചു കിട്ടുന്ന എല്ലാം ബാക്ക്ഗ്രൗണ്ട് നടക്കും. ആൻഡ് നെക്സ്റ്റ് അടുത്ത ഏതാ പീസ് ആയിരിക്കും മുന്നോട്ട് വരിക? TCP ആണോ, TLS ആണോ, പോർട്ട് ആണോ, IP അഡ്രസ് ആണോ? ബ്രൗസറിൽ ഞാൻ google.com അടിച്ചു, DNSൽ പോയി ഈ IP-യുടെ ഈ ഒരു ഡൊമൈനിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP ഏതാന്ന് ഇത് ഞാൻ ടൈപ്പ് ചെയ്യാം. അതാകുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആകത്തില്ല. google.com find IP. ഓക്കെ, ഓക്കെ. വിശാൽ, TCP ആണോ? ലൈക്ക് ഫൈൻഡ് google.com എന്ന് വന്നു, ഫൈൻഡ് IP, ആ ഒരു IP കണ്ടുപിടിക്കാനായിട്ട്. യെസ്, എക്സാക്ട്ലി. ഓക്കെ, ഗുഡ് വൺ ഐഷ. ആക്ച്വലി ഇറ്റ്സ് IP ഫൈൻഡ് ചെയ്യാനായിട്ട് വന്നു, IP കിട്ടി. ഞാൻ നിങ്ങളോട് പറയായിരുന്നു, ഒരു IP തന്നെ പല സർവീസുകളൊക്കെ ഓടാം. നിങ്ങൾ ടാസ്ക് കൊണ്ടൊക്കെ ചെയ്തപ്പോഴത്തേനും ഒറ്റ IP-ൽ തന്നെ പല സർവീസുകൾ ഉണ്ടായിരുന്നു. റൈറ്റ്, ആ പല സർവീസുകളും പല സ്ഥലത്തായിട്ടായിരുന്നു ഓടുന്നത്. ലൈക്ക് ഞാൻ പറഞ്ഞായിരുന്നു, ഈ കപ്പൽ വന്നടിയുന്ന ഹാർബർ പോലെ തന്നെ ഒരു ഹോൾ കൺട്രി ആണെങ്കിൽ അതിന് പല ഹാർബർ എന്ന് പറയുന്ന പോലെ തന്നെ കുറെ സർവീസുകൾ റൺ ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു ഒരു സെർവറിൽ. അതെവിടെ ആയിരുന്നു ആർക്കെങ്കിലും അറിയാം? ഓർമ്മയുണ്ടോ? ആക്ച്വലി ഇറ്റ്സ് പോർട്ട്. പോർട്ട്. റൈറ്റ്. കാരണം IP അഡ്രസ്സിൽ പോയി ഇപ്പൊ google.com എന്ന് പറയുന്നൊരു ലൈക്ക് HTTPS അല്ലേ. അപ്പം ലൈക്ക് കോമൺ ആയിട്ട് ആർക്കെങ്കിലും ഗസ് ചെയ്യാം പോർട്ട് ഏതാന്ന്? പോർട്ട് 80 ആണോ, പോർട്ട് 443? യെസ്, കറക്റ്റ് വിശാൽ, അതെ, 443. ആക്ച്വലി നിങ്ങൾ കോമൺ ആയിട്ടുള്ള പോർട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാനായിട്ട് ലൈക്ക് അത്യാവശ്യം നല്ലതായിരിക്കും. ലൈക്ക് HTTP ഇൻസെക്യൂർ ആയിട്ടുള്ള HTTP ആണെങ്കിൽ പോർട്ട് 80 ആയിരിക്കും. ലൈക്ക് 443 ആണ് HTTPS. പിന്നെ നിങ്ങൾ SSH എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് 22 ആണ്. യെസ്, റൈറ്റ്. അങ്ങനെ പിന്നെ മെയിലിന്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ഇമെയിൽ SMTP പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഓരോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാം കോമൺ ആയിട്ടുള്ളതൊക്കെ ഓർത്ത് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. യെസ്, സെർച്ച് ചെയ്യുന്നോ? വാട്ട്സ് നെക്സ്റ്റ്? ഇത് പോർട്ട് വരെ എത്തി. അതായത് ഇപ്പൊ എന്താ സംഭവിച്ചത്, IP അഡ്രസ് കിട്ടി, വെബ്സൈറ്റ് എവിടെയാണെന്ന് കണ്ടു. ഇനി നമുക്ക് കണ്ടന്റിനെ ലൈക്ക് നമ്മളിലേക്ക് എടുക്കണം. ആ കണ്ടന്റ് നമ്മളിലേക്ക് എടുക്കാനായിട്ട് ഒരു ബന്ധം സൃഷ്ടിക്കണ്ടേ? അപ്പൊ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? യെസ് ഐഷ, കറക്റ്റ്, അതെ, TCP തന്നെ. സോ ബേസിക്കലി നമ്മളിത് കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു ലൈക്ക് ഒരു കണക്ഷൻ സ്ഥാപിക്കണം. കണക്ഷൻ സ്ഥാപിക്കുമ്പോഴത്തേനാണ് കറക്റ്റ് TCP ആണ്. കണക്ഷൻ സ്ഥാപിക്കണം. അപ്പൊ നമ്മൾ TCP ഉപയോഗിച്ച് അതിന്റെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. മേ ബി ഇവിടെ യൂട്യൂബ്.com ആയിരുന്നെങ്കിൽ ഒരു വീഡിയോ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നെങ്കിൽ പോസിബിളി ഇവിടെ ലൈക്ക് ഏത് പ്രോട്ടോകോൾ ആയിരുന്നേനെ ഉപയോഗിച്ചോണ്ടിരുന്നത്? ഏത് പ്രോട്ടോകോൾ ആയിരിക്കും ഉപയോഗിക്കുക? UDP. യെസ്, കറക്റ്റ് ഏഞ്ചൽ. UDP, കാരണം വീഡിയോ സ്ട്രീമിംഗ്. റൈറ്റ്, യെസ് ആൽവിൻ, ഗുഡ്. സോ അവർ സംഭവിച്ചു. അപ്പം ഇപ്പൊ ഇതെന്ന് പറഞ്ഞാല് കാര്യം എല്ലാം ഓക്കെയാണ്, നിങ്ങൾ പറഞ്ഞാൽ കറക്റ്റ് ആണ്. ഇപ്പൊ ഈ ഒരു സാധനം ഇൻസെക്യൂർ ആണ്.
അല്ലേ? കാരണം TCP കണക്ട് ചെയ്തു, ലൈക്ക് കണക്ഷൻ ഒക്കെ ഉണ്ട്. ഇവിടെ പ്രത്യേകിച്ച് എൻക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നൊന്നുമില്ല. അപ്പൊ ഒരു കീ എക്സ്ചേഞ്ചിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ഫൈനൽ ചോയ്സ് എന്തായിരിക്കും? യെസ്, TLS തന്നെ. TLS. So TLS HTTP plus TLS ആണ്, HTTPS സോറി HTTP plus TLS ആണ്, HTTPS ആണ്. ലൈക്ക് അതിന്റെ ബാക്കിൽ കുറച്ച് SSL സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഉണ്ട്. ലൈക്ക് നിങ്ങൾ അത് ഡീപ് ഡൈവ് ചെയ്യുക കേട്ടോ. കാരണം ഈ ഒരു സെഷനിൽ നിന്ന് ഇതൊരു എൻബോൾ ബിയോൾ ആവാതെ എനിക്ക് നിങ്ങളെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ക്യൂരിയസ് ആക്കാന്നാണ്. റൈറ്റ്? കാരണം ഇത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും ഞാൻ സ്റ്റാർട്ട് ഔട്ട് ചെയ്യുമ്പോഴത്തേനും ഈ ഡെഫി ഹെൽമാൻ അല്ലെങ്കിൽ ഇങ്ങനെ ലൈക്ക് ആൾക്കാർ പറഞ്ഞു തന്നല്ലാതെ ഇതൊന്നും എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ഡീപ് ഡൈവ് ചെയ്തൊക്കെ അറിയുമ്പോഴാണ് നമുക്കൊരു രസമാണ്. കാരണം എന്നും കാണുന്ന കാര്യമാണ് HTTPS എന്ന് കാണുന്നുണ്ട്, HTTP എന്ന് കാണുന്നുണ്ട്, ഇതൊക്കെ എന്നും കാര്യമാണ്. പക്ഷെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ നടക്കുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ അറിയുമ്പോഴത്തേനും ലൈക്ക് ഫൈനലി ഗെറ്റ് ഇത് ഭയങ്കര വലിയൊരു ഫീലിംഗ് ആണ്. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ അതാണ് നടക്കുക. TLS ലൈക്ക് ഡിഫി ഹെൽമാൻ കേസ് ഇത് സേഫ് ആവും. ബേസിക്കലി ഇതാണ് നമ്മൾ ഇത്രയും ദിവസം പഠിച്ച കാര്യങ്ങളിൽ ഉൾക്കൊണ്ടാണ് കാര്യങ്ങൾ വരുന്നത്. അതായത് ഞാൻ Nmap DNSഉം IP അഡ്രസ്സും ലുക്കപ്പ് ചെയ്യാനൊക്കെ നോക്കി, നമ്മൾ അവിടെ തന്നെ പോർട്ട് നോക്കി. പിന്നെ നമ്മൾ വയർഷാർക്കിൽ TCP ലൈക്ക് നെറ്റ്വർക്കിംഗ് ഇൻഷുർ ഡീപ് ഡൈവ് ചെയ്തപ്പോഴത്തേനും ലൈക്ക് TCP TLS ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. UDP നമ്മൾ വീഡിയോ സ്ട്രീം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് UDPയുടെ നെറ്റ്വർക്ക് പാക്കറ്റ്സ് എന്റെ വയർഷാർക്കിൽ ഓടിക്കളിക്കുന്നത് നിങ്ങളെല്ലാം കണ്ടതാണ്. സോ എല്ലാം തന്നെ നമ്മളിപ്പോ കവർ ചെയ്യും കഴിഞ്ഞ സെഷനുകളിലുള്ളതല്ല. ഇനിയും വരുന്നതെന്ന് പറഞ്ഞാൽ ഈ HTTP ലൈക്ക് നമ്മള് വെബ്സൈറ്റ് ഉപയോഗിക്കുമ്പോൾ ഞാനിപ്പോ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാണും. ലൈക്ക് HTTP മെത്തേഡ്സ് എന്ന് പറയുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? HTTP മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ലൈക്ക് എനി ഐഡിയ? നോ ഐഡിയ. ഓക്കെ, സി ബേസിക്കലി ഞാൻ നിങ്ങൾ പറഞ്ഞായിരുന്നു നെക്സ്റ്റ് നിങ്ങൾ എന്ത് ഇന്റർനെറ്റിൽ കണ്ടാലും അതെല്ലാം ഒരു സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, ലൈക്ക് ഞാൻ വീണ്ടും പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. ലൈക്ക് ഇന്ത്യയിലെ എവിടെ ലെഫ്റ്റ് സൈഡിൽ ഓടിക്കുന്നു, അമേരിക്ക റൈറ്റ് സൈഡിൽ ഓടിക്കുന്നു. അതുപോലെ തന്നെ ലൈക്ക് നമ്മള് എങ്ങനെ, അതായത് ഇത്രയും ബില്യൺ ആൾക്കാർ ഉപയോഗിക്കുമ്പോഴത്തേനും എല്ലാവരും കൂടി അവനവരുടെ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും ശരിയാകത്തില്ല. ഞാനൊരു HTTP രീതിയിൽ സംസാരിക്കുന്നു, വേറൊരാളൊരു HTTP. ഇപ്പം എനിക്കൊരു സെർവർ ഉണ്ട്, ഞാൻ ഇത് റൺ ചെയ്യുന്നതാണ്. അപ്പം എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ലോഗിൻ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്, ലോഗിനായിട്ട് ഡേറ്റ എനിക്ക് സ്വീകരിക്കണം. പിന്നെ എനിക്ക് കുറച്ച് ഡേറ്റ അങ്ങോട്ട് കൊടുക്കണം. ലൈക്ക് ആരെങ്കിലും എന്റെ വെബ്സൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് ഡേറ്റ കുറച്ച് അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ ഒരാൾ ഒരു HTTP റിക്വസ്റ്റ് എനിക്ക് സെൻഡ് ചെയ്യുവാണ് എന്റെ സെർവറിലോട്ട്, ഗീവ് ഡേറ്റ എന്നോട് സെൻഡ് ചെയ്തു. ഓബിയസ് ആയിട്ട് ചിലപ്പോൾ എനിക്ക് മനസ്സിലാവും ഓക്കെ ഗീവ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരാൾ ഇതുപോലെ തന്നെ ഗെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അപ്പൊ എനിക്ക് മനസ്സിലാവും ഗെറ്റ് ഡേറ്റ. പക്ഷെ ഇതെല്ലാം തന്നെ ഞാൻ എന്റെ സെർവറിൽ ഹാൻഡിൽ ചെയ്യേണ്ടി വരും അല്ലെ? കാരണം എന്റെ വെബ്സൈറ്റിനല്ല, എന്റെ സെർവറിന് അറിയണം. അതായത് ഇന്ന ഒരാൾ ഗീവ് ആണ് അല്ലെ ഗെറ്റ് എന്ന് പറഞ്ഞാല് ഡേറ്റ സ്വീകരിക്കാൻ വേണ്ടിയാണെന്ന് എന്റെ സെർവറിന് അറിയണം. അപ്പൊ അതെല്ലാം ഞാൻ കോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പൊ വേറെ ഭാഷയില് ലൈക്ക് മലയാളത്തിലാണെ തായോ എന്ന് പറയുന്നത് എല്ലാം HTTP റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം ഞാൻ എൻകോഡ് ചെയ്ത് ഹാർഡ് കോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പൊ ലൈക്ക് ലോകത്തിലുള്ള എല്ലാ ലൈക്ക് ആ നെറ്റ്വർക്കിംഗ് എലീറ്റിസ് വന്നിട്ട് തീരുമാനിച്ചു HTTP മെത്തേഡിൽ ആര് സംസാരിച്ചാലും അവരെല്ലാരും ലൈക്ക് ഫോർ ആ ഓരോ സിറ്റുവേഷൻ അതായത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അവരെല്ലാരും ഈ ലൈക്ക് മെത്തേഡ് വഴിയൊക്കെ ആയിരിക്കും സംസാരിക്കുക. ഇഫ് ദേ വാണ്ട് ടു റിട്രീവ് സം ഡേറ്റ, അങ്ങനെയാണെങ്കിൽ അവർ ഗെറ്റ് ഉപയോഗിക്കും. അല്ലെ അവർക്ക് കുറച്ച് ഡേറ്റ അങ്ങോട്ട് കൊടുക്കണം, ലോഗിൻ ഫോംസ്. അപ്പൊ അവർ പോസ്റ്റ് ഉപയോഗിക്കും. അല്ലെ അവർക്ക് ലൈക്ക് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യണം, അപ്പം ഡിലീറ്റ് ഉപയോഗിക്കും. അല്ലെ ഒരു പാർട്ട് ഓഫ് ദി ഡേറ്റ അവർക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ പാച്ച്, അങ്ങനെ ലൈക്ക് ഓരോ HTTP മെത്തേഡ്സ് വഴി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേനും ഓരോ റിക്വസ്റ്റിനും ഓരോ HTTP മെത്തേഡ്സ് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്തത്. സോ ദാറ്റ് ദ സെർവർ മൈറ്റ് അണ്ടർസ്റ്റാൻഡ്. സോ അതാണ് ബേസിക്കലി ഈ HTTP മെത്തേഡ്സ് എന്ന് പറയാം. സിംപ്ലി നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണണമെങ്കിൽ സിമ്പിൾ ആയിട്ട് കാര്യം കാണിക്കാം. ഞാൻ ക്ലോസ് ചെയ്യാം, ലൈക്ക് ഇനി പിന്നെ ആവശ്യമില്ല. ഞാൻ നമ്മളെ ന്യൂലോണ്ട് തന്നെ ഇത് എടുത്തെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ, ഒന്നും കുഴപ്പമൊന്നുമില്ല.
ഞാൻ എന്നിട്ട് ഇൻസ്പെക്ട് എടുത്തു. ഇൻസ്പെക്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വെബ്സൈറ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇപ്പൊ നിങ്ങളുടെ ക്രോം ആണെങ്കിൽ ഐ ഗസ് ഇൻസ്പെക്ട് എന്ന് പറഞ്ഞാണ്, അല്ലെങ്കിൽ ഡെവലപ്പർ ടൂൾസ് എന്ന് പറഞ്ഞാണ്, അല്ലെങ്കിൽ എന്റെ ഇതിൽ F12 ആണ്, കൺട്രോൾ F12 അല്ലെങ്കിൽ ലിങ്ക്സ് ആണ്, ഫംഗ്ഷൻ F12 ഒക്കെയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സംഗതിയാണ്. ഇത് ബേസിക്കലി നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഒരു കാര്യമുണ്ട്, ഒരു എലമെന്റ് നിങ്ങൾക്ക് പിക്ക് ചെയ്യണമെങ്കിൽ ഇതെടുത്തിട്ട് മേ ബി ഇത് ഈ ഒരു ടെക്സ്റ്റൈലാണ് ഞാൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതെവിടെ കിടക്കണെന്നുള്ള എനിക്ക് കാണാം ഇവിടെ, കണ്ടോ? മേ ബി എനിക്കിത് ചേഞ്ച് ചെയ്യാം. ഇത് എന്റെ ഐ മീൻ ഇത് ലിറ്ററലി ആ സെർവറിൽ പോയി ചേഞ്ച് ആവില്ല, നിങ്ങളുടെ ഈ ഒരു വെബ്സൈറ്റിലല്ലേ നിങ്ങൾക്ക് ഇപ്പൊ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ഇത് മാത്രമേ മാറത്തുള്ളൂ കേട്ടോ, ബാക്കി ആൾക്ക് മാർത്തൊന്നുമില്ല. പണ്ട് കൊച്ചിലെ ഞാൻ ഈ ഹാക്കർ ഫാന്റസി എല്ലാം തുടങ്ങിയപ്പോഴത്തേനും ഞാൻ ഓർത്തോണ്ടിരുന്നത് ഇങ്ങനെ വന്ന് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ലോകത്തിൽ എല്ലായിടത്തും മാറി എന്നൊക്കെയാണ് വിചാരിച്ചോണ്ടിരുന്നത്. പിന്നെയാണ് അതെല്ലാം എന്റെ ചൈൽഡ്ഹുഡ് വശലായി എനിക്ക് മനസ്സിലായേ. എനിക്കു ഇതാണ് ലൈക്ക് സെറ്റ്, ആ ഒരു ടെക്സ്റ്റ് ഇവിടെ വരുന്നു, നമ്മൾ പാഴ്സ് ചെയ്യുന്നു, ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ കാണും, നിങ്ങളുടെ ക്രോമിൽ പോലും നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് ആദ്യം നിങ്ങൾക്ക് ഒന്നും കാണാനായിട്ട് സാധിക്കത്തില്ല. ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഓടുന്നതാണ്. കുറെ കാര്യങ്ങളിൽ ഓടുമ്പോഴത്തേക്ക് ഇവിടെ സ്റ്റാറ്റസ് എന്ന് പറയാനുണ്ട്, അത് ഞാൻ പറഞ്ഞ. പിന്നെ ഇവിടെ മെത്തേഡ്സ് എന്ന് പറയാൻ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത മെത്തേഡ്സ് എന്ന് പറഞ്ഞാണ്, കണ്ടോ? റൈറ്റ്. സോ ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്യുവാണ്. ഇത് ആക്ച്വലി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഗെറ്റ് വാട്ട് ഏതാണ് ഈ ഒരു ഇതെടുക്കാൻ വേണ്ടി, അതായത് ഈ ഒരു വെബ്സൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വെബ്സൈറ്റിന്റെ റൂട്ടിലേക്ക് ആദ്യമായിട്ട് വെബ്സൈറ്റ് കയറുന്ന റിക്വസ്റ്റ് ആണ് ഇത്. ആ ഒരു / റൂട്ട് എന്നാണ് ഉദ്ദേശം. പിന്നെ വരുന്ന ഇതിന്റെ സ്റ്റൈൽ ഷീറ്റ് ആക്സസ് ചെയ്യാനായിട്ട് അത് CSS വേണ്ടി ഒരു ഗെറ്റ് റിക്വസ്റ്റ് ഇതുണ്ട്. ഇതെല്ലാം മെത്തേഡ്സ് അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു വെബ്സൈറ്റ് റിട്രീവ് ചെയ്യാനായിട്ടാണ് ഇതെല്ലാം ഉപയോഗിക്കാം, അല്ലെ? ലെറ്റ്സ് സീ. ഓക്കെ, ഞാൻ വേണേൽ സെറ്റിംഗ്സ് കാണാൻ പറ്റാത്ത എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഓക്കെ, അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ നിങ്ങൾക്കൊരു പോസ്റ്റ് മെത്തേഡൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് പഠിക്കാം, നെറ്റ്വർക്കിലേക്ക് പോവാം. ഞാൻ ഇവിടെ ഒരു സബ്മിറ്റ് കൊടുക്കാം. ഇവിടെ ഒരു പോസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ടോ? പോസ്റ്റ് മെത്തേഡ്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഞാൻ കൊടുത്ത വാല്യൂസ് എല്ലാം പോസ്റ്റ് ചെയ്യാന്നുള്ളതാണ്, അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം റിക്വസ്റ്റ് ഇല്ലാത്ത എന്തൊക്കെയാണ് നെയിം, പാസ്വേഡ് എന്താണ് കാര്യങ്ങൾ, ഡമ്മി 1 2 3 എന്നാണ് പാസ്വേഡ്. ഓക്കെ, കുക്കീസ് ഉണ്ട്. കുക്കീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവോ, നമ്മളിപ്പം എന്തെങ്കിലും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു വെബ്സൈറ്റിനോട് ലോഗിൻ ചെയ്തു, നിങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേനും അതേ വെബ്സൈറ്റ് വീണ്ടും കയറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വീണ്ടും ലോഗിൻ ചെയ്യേണ്ടതായിട്ടൊരു അവസരം വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കുക്കീസ് സ്റ്റോർ ആവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് പ്രിഫറൻസസ് ഒക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. അതിനാണ് കുക്കീസ് എന്ന് പറയുക. അതിലേക്ക് നമ്മൾ ഡീപ്പായിട്ട് പോകുന്നില്ല ഇന്ന്. ഇന്ന് നമ്മൾ ടോട്ടലി ടൂൾ ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ലിറ്ററലി ലോഗിനിൽ ഞാൻ എന്താണ് കൊടുത്തതെന്നൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റീസെന്റ് എഡിറ്റ് ആൻഡ് റീസെന്റ്, ഇവിടെ കുറച്ച് വാല്യൂ കാണാം. റീസെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബട്ടണുണ്ട്, വേണമെങ്കിൽ ഞെക്കുവാണെങ്കിൽ അത് ഒന്നുകൂടെ റീസെന്റ് ആവും, ഒന്നുകൂടെ ലോഗിൻ ആവും എന്നുപോലാണ്. ചാലഞ്ചസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വീണ്ടും കിട്ടി എനിക്ക്. ബട്ട് പോസിബിളി ലെറ്റ്സ് എഡിറ്റ് ആൻഡ് റീസെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതുണ്ട്, എഡിറ്റ് ആൻഡ് റീസെന്റ് എന്ന് വെച്ചാൽ എനിക്കിവിടെ ഉള്ള വാല്യൂസ് എല്ലാം ഒന്നുകൂടെ എഡിറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാം. അപ്പം മേ ബി ലെറ്റ്സ് ടെസ്റ്റ് 1 2 3 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂസർ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു യൂസർ ഇല്ല. ഞാൻ പാസ്വേഡും ടെസ്റ്റ് 1 2 3 എന്ന് പറഞ്ഞു വെച്ചിട്ട് സെൻഡ് ചെയ്യും. ഞാൻ സെൻഡ് ചെയ്തു, പക്ഷെ എനിക്ക് ചാലഞ്ചസ് എന്ന് പറയാനുള്ള ഇത് തിരിച്ചു കിട്ടിയില്ല. അതെനിക്ക് തിരിച്ചു കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ആളും ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു റെസ്പോൺസ് ഉണ്ട്. റെസ്പോൺസ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
ലൈക്ക് യൂസർ ഓർ പാസ്വേഡ് ഈസ് ഇൻകറക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ. ആൻഡ് പിന്നെ വേറൊരു കാര്യം, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് അത്യാവശ്യം ലൈക്ക് വെച്ചുകൊള്ളു ആ ഒരു നോളജ് ഉണ്ടെങ്കിൽ, അല്ലെ ഇതൊക്കെ എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൂൾസിന്റെയും ഇതിന്റെയൊന്നും ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇതിനകത്ത് തന്നെ വന്നു കയറി ഇവിടെ തന്നെ കുറെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്നൊക്കെ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ബോബ്സ്യൂട്ട് പോലത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഹൈലി സ്പെഷ്യലൈസ്ഡ്. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രോപ്പർലി സ്പെഷ്യലൈസ്ഡ് ആണ്. ഇതുപോലത്തെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്താം. പിന്നെ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ഏറ്റവും പ്രോപ്പറായിട്ട് അതിനുവേണ്ടി ഒപ്റ്റിമൈസ് ആക്കുന്നതുകൊണ്ടാണ് നമ്മൾ വെബ്സൈറ്റ് പോലുള്ള ടൂൾസ് ഒക്കെ ഉപയോഗിക്കുക. ഓക്കെ, കൂൾ. അത് നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? ലൈക്ക് ഈ നെറ്റ്വർക്കിംഗ് നിങ്ങൾക്ക് ഇങ്ങനെ ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുണ്ട്. സ്റ്റാറ്റസുകളെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റാറ്റസ് 200 എന്ന് പറഞ്ഞാൽ ലൈക്ക് ഓക്കെ ആയി എന്നാണ്. ഇന്റർനെറ്റിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഓക്കെ എന്നുള്ളതാണ്. 322 എന്ന് പറഞ്ഞാൽ ഐ ഗസ് ഇറ്റ്സ് റീഡയറക്ഷൻ. അതായത് അത് മേ ബി ഒന്നല്ലത് ആ ഒരു വെബ്സൈറ്റിൽ നിന്നുള്ള റീഡയറക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ലോഗിൻ ചെയ്തിട്ട് കറക്റ്റ് നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകുന്നതിന്റെ ലൈക്ക് വേറൊരു പേജിലേക്ക് കൊണ്ടുവന്നതിന്റെ ഒക്കെ ആയിരിക്കും. 3.2. പിന്നെ എറർ 404 എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടോ, ഫോർബിഡൻ അല്ലെങ്കിൽ ഐ ഗെസ് 404 ഇസ് നോട്ട് ഫൗണ്ട് റൈറ്റ്. ലെറ്റ് മീ ചെക്ക്. എറർ 404 അത് തന്നെ എറർ 404 എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു വെബ്സൈറ്റേ കാണുന്നില്ലെന്ന്. അപ്പൊ ഞാൻ പറയുകയാണ് ഇങ്ങനെ ഒരു ഇതിനകത്ത് ജോഷുവ അടിക്കുകയാണ്, ഇതുണ്ട് ഇവിടെ ഒരു സ്റ്റാറ്റസ് വന്നു 404 എന്ന് പറഞ്ഞുകൊണ്ട്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വെബ്സൈറ്റിൽ നിന്ന് അങ്ങനെ കുറെ സ്റ്റാറ്റസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനൊക്കെ പലതരം അർത്ഥങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ആസ് സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസ് ഈ സ്റ്റാറ്റസുകളും ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്. ചില സമയത്ത് 502 പറയുകയാണെങ്കിൽ സെർവർ സൈഡ് എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ആയിരിക്കും. റൈറ്റ്. അപ്പം അതിനെ എക്സ്പ്ലോർട്ട് ചെയ്യാനായിട്ട് ചില കാര്യങ്ങൾ ഓരോ സ്റ്റാറ്റസ്. അപ്പൊ ചില സമയത്ത് ലൈക്ക് ചില വെബ്സൈറ്റുകാരൊന്നും അങ്ങനെ സ്റ്റാറ്റസുകളൊന്നും അങ്ങനെ പബ്ലിഷ് ചെയ്യാതെ ലൈക്ക് എറർ കറക്റ്റ് ആയിട്ട് വരുത്താൻ സമ്മതിക്കത്തില്ല. കാരണം എന്തെങ്കിലും ഒക്കെ ഒരു കഴിവുകളൊക്കെ അതുവഴി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ടിൽ നൗ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ? എല്ലാവരും ഓക്കെ ആണോ? മൂവ് ഓൺ. ഓക്കെ, ആസിഫ് ഗുഡ്, വിശാൽ ഇസ് ഗുഡ്, റോസ് ഇസ് ഗുഡ്, ആരോൺ, ഏഞ്ചൽ ഓക്കെ. ഐ തിങ്ക് എല്ലാവരും ഗുഡ് ഓക്കെ ആണെന്ന് തോന്നുന്നു. അമൽ, അവിനാഷ്, യെസ്, ഓക്കെ, ഗുഡ് 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 ഗുഡ്. So basically, ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ആൻഡ് ദ തിങ് അബൌട്ട് ബോബ്സ്യൂട്ട് is right. Let me just shut up. Oh, I guess wrong. Right. No, bobsuit. Right. Okay, let's start it up. Right. Okay, bobsuit community edition ആണ് ഇത് വരിക മോസ്റ്റ് ഓഫ് ദ ടൈം. കാരണം ഇതിന്റെ പ്രൊഫഷണൽ എഡിഷൻ അത്യാവശ്യം നല്ല വിലയാണ്. അത് കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വർഷത്തെ ബോബ്സ്യൂട്ടിന്റെ പ്രൊഫഷണൽ വെർഷൻ നമ്മുടെ കോച്ച് മെയിൽ വെച്ചാല് ലൈക്ക് കിട്ടും. അതിന് ഗുണം എന്നാന്ന് വെച്ചാൽ ഇതിനെ പകുതി ലൈക്ക് ടൂൾസും കാര്യങ്ങളും ചിലതൊക്കെ ത്രോട്ടിൽഡ് ആണെന്ന് പറയും. ത്രോട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ലൈക്ക് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിംഗ് ഒക്കെ നടത്തുമ്പോഴത്തേനും ഇത് CPU-ന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ഉപയോഗിച്ചേ വർക്ക് ചെയ്യത്തുള്ളൂ. ഈ ഒരു കമ്മ്യൂണിറ്റി എഡിഷൻ അപ്പൊ ഭയങ്കര സ്ലോ ആയിരിക്കും ഇത്. ഓക്കെ, ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്സ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നടത്തും, അല്ലാതെ API-യുടെ റേറ്റ് ലിമിറ്റിംഗ് അങ്ങനത്തെ ഒക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര സ്ലോ ആയിരിക്കും. അത് അവര് ലൈക്ക് എടുക്കാനായിട്ട്. ഇനി അഥവാ നിങ്ങൾക്ക് ലൈക്ക് ഒരു ഓപ്പൺ സോഴ്സ് ബഫ് ആണെങ്കിൽ ഇവിടെ സാപ്പ് എന്ന് പറഞ്ഞ ടൂളുണ്ട്. ഞാൻ യൂഷ്വലി ഇതാണ് ഉപയോഗിക്കുക. ഇതത്ര എന്താണ് ഇത് പഠിപ്പിക്കാത്ത ഇത് എടുക്കാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇതും ബോബ്സ്യൂട്ട് പോലെ തന്നെയാണ് കേട്ടോ. ലൈക്ക് ഈ ലൈക്ക് ബ്രൗസർ റിക്വസ്റ്റുകൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് തന്നെ ഓപ്പൺ സോഴ്സ് ആയിട്ട് ഉള്ള ഒരു ഓപ്ഷനാണ്. ഇത് ഭയങ്കര പവർഫുൾ ആണ്. ബട്ട് ഇത് ഉപയോഗിക്കാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ലൈക്ക് എന്താണ് പറയുക, ഇതിന്റെ കമ്മ്യൂണിറ്റി മൂവിങ് ഫോർവേഡ് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ഇച്ചിരി പ്രശ്നമുണ്ട്. കാരണം ഇതിന് എന്തെങ്കിലുമൊക്കെ എറർ വന്നാലോ, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലുമൊക്കെ ലൈക്ക് സെറ്റിംഗ്സ് ഒക്കെ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റാതെ വരും. ഓക്കെ, ക്ലോഡ് ഉണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാലും ലൈക്ക് ഫോർ മീ എനിക്ക് അത്ര ലൈക്ക്
നിങ്ങളിലേക്ക് അത് പറഞ്ഞു തരാനായിട്ട് തോന്നില്ല. ബട്ട് ഇത് എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ഉപയോഗിക്കുന്നതാണ്, പ്രൊഫഷണൽസ് എല്ലാം നല്ലതായിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വെബ്സ്യൂട്ട് ആയിരിക്കും ബെറ്റർ ഒരു വെബ്സൈറ്റ്. ഓക്കെ റൈറ്റ്. അപ്പം വെബ്സൈറ്റ് എല്ലാം തുറന്നു വിചാരിക്കുന്നു. സംടൈംസ് ദ തിങ് ഈസ് ഇവിടെ തന്നെ നമുക്കൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. വെബ്സൈറ്റ് ഇപ്പം നിങ്ങൾ വിൻഡോസിലെ വെബ്സൈറ്റ് ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ നിങ്ങൾ ഓപ്പൺ ബ്രൗസർ ഞെക്കി കഴിയുമ്പോഴത്തേക്കും ബ്രൗസർ ഓപ്പൺ ആയി വരും. ബട്ട് സംടൈംസ് അത് കിട്ടില്ല. ഓക്കെ, സംടൈംസ് അത് കിട്ടില്ല. അത് കിട്ടാതെ വരുമ്പോഴത്തേനും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഞാൻ ജസ്റ്റ് നോടിച്ചിട്ട് കാണിക്കാം. ഇങ്ങനെ ഈ ഒരു പ്രശ്നം, അതായത് ബ്രൗസർ ആരെങ്കിലും അകത്ത് ഞെക്കുമ്പോഴത്തേനും, അതായത് ലൈക്ക് വെബ്സൈറ്റ് ഓൺ ചെയ്തു, ടാർഗറ്റെ ഞെക്കി ഓപ്പൺ ബ്രൗസർ ഞെക്കുമ്പോഴത്തേനും ബ്രൗസർ ഓപ്പൺ ചെയ്യാതെ വരുന്ന ഒരു അവസ്ഥയുണ്ടോ ആർക്കെങ്കിലും? ഒക്കെ ഉണ്ട്. തംസ് അപ്പ് ഓർ തംസ് ഡൗൺ. ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല തംസ് അപ്പ്, ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല തംസ് ഡൗൺ. ലൈക്ക് ടെസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിലൂടെ ഒന്ന് വോക്ക് ത്രൂ ചെയ്യാം. ഒരു വോക്ക് ത്രൂ തരാം. ഓക്കെ, വിശ്വാസിക്കും ഏഞ്ചലും കിട്ടുന്നുണ്ട്. റൈറ്റ്, ബാക്കി എല്ലാവരും കിട്ടുന്നെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഹാപ്പി. ബട്ട് ആക്ച്വലി എനിക്ക് കിട്ടുന്നില്ല. എല്ലാവർക്കും കിട്ടുന്നുള്ളതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ആ ഒരു പാർട്ട്. ബട്ട് അതോ ഞാൻ എങ്ങനെ ഈ ഒരു പ്രോബ്ലം ഫിക്സ് ചെയ്യുമെന്ന് കാണണോ? അല്ലേ, കാണിക്കാം. ഓക്കെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാല്, എനിക്ക് ആക്ച്വലി ഞാൻ എന്റെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഫയർഫോക്സ് ആണ്. ഫയർഫോക്സ് ബ്രൗസർ ഉപയോഗിച്ചാണ് ഞാൻ എന്റെ കാര്യങ്ങളിൽ നിൽക്കുന്നത്. അത് കൂടാതെ ഞാൻ ക്രോമിയം കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രോമിയം ഞാൻ ഇവിടെ നിൽക്കാം. ക്രോമിയം ലൈക്ക് ഡേ ടു ഡേ ടാസ്കിൽ ഡെയിലി ഡ്രൈവർ അല്ല. ബട്ട് ഇത് ഞാൻ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ പ്രോപ്പർ വെബ് സെക്യൂരിറ്റി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ക്രോമിയത്തിൽ ഞാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, ഇതെവിടെ സെറ്റപ്പ് ചെയ്യുന്നത് വെച്ചാല് നമുക്ക് വെബ്സൈറ്റിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ലൈക്ക് ഇതിലെ വെബ്സൈറ്റ് വന്നു സെറ്റിംഗ്സ് വന്ന് നെറ്റ്വർക്ക് ആണ്. ലൈക്ക് 1 second, scope sessions. Okay, proxy. Okay, proxy. Yeah, proxy എന്ന് പറഞ്ഞാല് ഇത് നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഈ ഒരു വെബ്സൈറ്റിന് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ലൈക്ക് CA സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് വേണേൽ ഇമ്പോർട്ട് ചെയ്യാം. ലൈക്ക് DER ഫോർമാറ്റിലോട്ട് ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇറ്റ്സ് ജസ്റ്റ് മീൻസ് ലൈക്ക് ഈ ഒരു കണക്ഷനിലേക്ക് എനിക്ക് വിടാം, അല്ലെങ്കിൽ ലൈക്ക് കണക്ഷൻസ് വിടാമെന്ന് എനിക്ക് ക്രോമിയത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ക്രോമിയം ബ്രൗസർ. കാരണം അല്ലെങ്കിൽ ക്രോമിയം സമ്മതിക്കത്തില്ല. ലിറ്ററലി ഞാൻ എന്നെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴൊക്കെ ക്രോമിയത്തിൽ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുന്നു, അതിന് ഇടനിലക്കാരനായിട്ട് വെബ്സൈറ്റിൽ കൂടെ കടന്നു പോയിട്ടേ അത് എതിർവശത്തേക്ക് എത്തത്തുള്ളൂ. സിംപ്ലി പുട്ട്, ഇവിടെ ഞാൻ വരയ്ക്കാനാണെങ്കിൽ ഇത് എന്റെ ക്രോമിയം, ഇവിടെ ആണ് എന്റെ ലൈക്ക് പ്രോക്സി. ഓക്കെ, വെബ്സൈറ്റ് പ്രോക്സി ഇവിടെ ആണ് എന്റെ ഡെസ്റ്റിനേഷൻ വെബ്സൈറ്റ്. എനിക്ക് എഴുതാറിയിരുന്നു. ഓക്കെ, ഇതാണ് ഡെസ്റ്റിനേഷൻ വെബ്സൈറ്റ്. സോ ഞാൻ എപ്പോ റിക്വസ്റ്റ് ഇട്ടാലും ഇത് വെബ്സ്യൂട്ട് പ്രോക്സി അല്ലെ ആ ഒരു വെബ്സ്യൂട്ട് ആപ്ലിക്കേഷന്റെ ഇതിലൂടെ കടന്നു പോകാതെ ഒരിക്കലും വെബ്സൈറ്റിലേക്ക് എത്തത്തില്ല. അത് എന്തുകൊണ്ട് അങ്ങനെ എനിക്ക് ആവശ്യകതയെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് സെറ്റപ്പ് ചെയ്യുന്നതാണ്. ലൈക്ക് വെബ്സൈറ്റിന്റെ പ്രോക്സി ഓടുന്നത് പറഞ്ഞാൽ ലൈക്ക് ലോക്കൽ ലൂപ്പ് ബാക്കിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. 127.0.0.1 എന്നുള്ളത്. അത് ഞാൻ അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് എക്സ്പോർട്ട് ചെയ്തു. ഇപ്പൊ DER ഫോർമാറ്റിൽ എന്റെ ഫയൽ എക്സ്പ്ലോററിൽ കിടക്കുന്നുണ്ട്. ഞാൻ എന്നിട്ട് എന്ത് ചെയ്യും, ക്രോമിയം ഓപ്പൺ ചെയ്യും. ക്രോമിയം ഓപ്പൺ ചെയ്ത് അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, ഫോക്സി പ്രോക്സി എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ഉണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, ഫോക്സി പ്രോക്സി അവിടെ തന്നെ ഉണ്ട്. മേ ബി സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ടെല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞ് ലൈക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ തന്നെ കാണാം നിങ്ങൾക്ക് ഫോക്സി പ്രോക്സി സെറ്റപ്പ് ചെയ്യാനായിട്ട്. ഞാൻ ഇവിടുന്ന് എടുക്കുവാണെങ്കിൽ ലൈക്ക് ഫോക്സി പ്രോക്സി എടുത്തു കഴിഞ്ഞ് ഇവിടെ ഡിസേബിൾ പറഞ്ഞിട്ടായിരിക്കും കിടക്കുക. ഇവിടെ ഒന്നും കാണുകയല്ല. അപ്പൊ നിങ്ങൾ ഓപ്ഷൻസ് എടുക്കുമ്പോഴത്തേനും ഇങ്ങനെയായിരിക്കും അതിനെ നിങ്ങൾക്ക് കാണുക. അതിനകത്ത് പ്രോക്സീസിൽ വന്നിട്ട് ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുക. ലൈക്ക്
ലൈക്ക് ഏതാണ് ഹോസ്റ്റ് നെയിം എന്നുള്ളത്. ഹോസ്റ്റ് നെയിമിന്റെ സ്ഥാനത്ത് 127.0.0.1 എടുക്കുക. പോർട്ടിന്റെ സ്ഥാനത്ത് 80.80 അടിക്കുക. ടൈപ്പ് എന്ന് പറയുന്നത് HTTP ആണ്, ലൈക്ക് HTTP അടിക്കുക. പിന്നെ വെബ് എന്ന് വെച്ചിട്ട് നിങ്ങൾ സേവ് ചെയ്യുക, സേവ് ചെയ്ത് വെക്കുക. സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചെന്ന് ലൈക്ക് ഇവിടെ പ്രോക്സി ഞെക്കിയിട്ട് ഡിസേബിൾ എന്നായിരിക്കും കറക്റ്റ്. ഡിസേബിൾ എന്ന് പറഞ്ഞിടത്ത് ബർത്ത് എല്ലാം ഞെക്കിയാൽ ഇവിടെ ലൈക്ക് ഗ്രേ കളറിൽ അത് ആക്ടിവേറ്റ് ആവും. ഓക്കെ, ഇനി നമ്മൾ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഇവിടെ ക്രോമിയത്തിന് വന്ന് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിലോ അല്ലെ സബ് സെറ്റിംഗ്സിലോ വന്നിട്ട് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോ സർട്ടിഫിക്കറ്റ്സിൽ വന്നു. ഓക്കെ, അവിടെ സെക്യൂരിറ്റിയിൽ വന്നു കഴിയുമ്പോൾ ഏറ്റവും വേണ്ടത് മാനേജ് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അവിടുത്തെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ 2 സർട്ടിഫിക്കറ്റ്സ് ഇൻസ്റ്റാൾ ബൈ യു എന്ന് പറഞ്ഞുണ്ട്. അവിടെ സർട്ടിഫിക്കറ്റ് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ 0 ആയിരിക്കും. അവിടെ ഞെക്കി കഴിയുമ്പോഴത്തേന് ഇമ്പോർട്ട് ഞെക്കി നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക, ലൈക്ക് ഇതിനാണ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ വെബ് സ്യൂട്ടിലേക്ക് കണക്ഷൻ വിടാനായിട്ട് ക്രോമിയം തയ്യാറാകും. ഓക്കെ, ഓൾ ഗുഡ്. ഇത്രയും ലൈക്ക് ഇത് കിട്ടാത്തവർക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? വേറൊരു കാര്യം നിങ്ങൾക്ക് വേണേ കാണണമെങ്കിൽ ഇത് ക്രോമിയത്തിന് മാത്രമേ പക്ഷേ കണ്ടിട്ടുള്ളൂ. ഇതെന്നാന്ന് വെച്ചാല് ക്രോമിയം ഇപ്പൊ ഓപ്പൺ ചെയ്തപ്പോ തന്നെ google.com-ലേക്ക് ലൈക്ക് വിട്ട കുറച്ച് കാര്യങ്ങളാണ്, ലൈക്ക് റിക്വസ്റ്റുകളൊക്കെയാണ്. .google.com-ലേക്കും വേറെ ഏതോ ക്ലയന്റിലേക്കും ഇപ്പൊ ഓരോ എന്താ പറയാ റിക്വസ്റ്റുകളൊക്കെ പോയിട്ടൊക്കെയാണ്. ഇതൊന്നും പ്രശ്നമുള്ളതല്ല, കാരണം google.com വേണമല്ലോ ഇട്ടത്. ഓക്കെ, സോ ലെറ്റ്സ് ഡു ഇറ്റ്, ലെറ്റ്സ് മേക്ക് ഇറ്റ് ഹാപ്പൻ. അപ്പൊ നിങ്ങൾ എന്താ ഇപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ പ്രോക്സിയിലോ അല്ലെ ടാർഗറ്റിലോ ചെന്ന് കഴിയുമ്പോഴത്തേനും പ്രോക്സി ചെന്നാൽ വേണേ ഓപ്പൺ ബ്രൗസർ ഞെക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ബ്രൗസർ ഓപ്പൺ ആയി കിട്ടും. അപ്പൊ ഇങ്ങനെ ആയി കിട്ടുമ്പോഴത്തേനും മേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, ലൈക്ക് immuno.cybersecurity. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലൈക്ക് ടാർഗറ്റിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. ഇവിടെ ഒന്നും ഇങ്ങനെ തെളിഞ്ഞു വന്നു കണ്ടോ, കുറെ റിക്വസ്റ്റുകൾ. അതായത് മുമ്പേ നെറ്റ്വർക്കിൽ കണ്ട അതേ റിക്വസ്റ്റുകൾ തന്നെ ഇവിടെ വന്നു അല്ലെ. ഞാനിങ്ങനെ സെർച്ച് ചെയ്തിരുന്നപ്പോഴത്തേനും ആയിരിക്കും അറിയാതെ ഞാൻ യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞാൽ അടിച്ചുപോയി ലൈക്ക് അങ്ങനെ വന്നപ്പോ കണ്ടാണ് ഇവിടെ ഫുൾ നശിച്ചു കയറി വരുന്നത്. ഇതുണ്ടോ, ഓരോ കുറെ കാര്യങ്ങളൊക്കെ വന്നു. അറിയാതെ നമ്മൾ ഒത്തിരി സെലക്ട് ചെയ്ത് വരുമ്പോഴത്തേനും കുറെ കാര്യങ്ങളൊക്കെ കയറി വരുന്നു. അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ ഒരു വൾണറബിൾ ആയിട്ടുള്ള ആപ്പ് നിങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുക. yes 137 ഓക്കെ നോ ഓക്കെ വൾണറബിൾ ആയിട്ടുള്ള ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും നിങ്ങൾ വേറെ വലുതൊക്കെ വന്നു. അപ്പൊ നിങ്ങൾ ഒത്തിരി ഡിസ്ട്രാക്ട് ആയി പോകുന്നുണ്ട് അല്ലെ. അതിനായിട്ടുള്ള ഒരു കാര്യമാണ് വെബ്സൈറ്റിൽ ലൈക്ക് നമ്മൾ ടൂളിലേക്ക് കിടക്കാൻ പോകട്ടോ. അതിനായിട്ടുള്ള ഒരു കാര്യമാണ് സ്കോപ്പ് എന്ന് പറയുക. അപ്പൊ സ്കോപ്പിനകത്ത് വന്ന് എനിക്ക് വേണേൽ ടാർഗറ്റ് സ്കോപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്യാം ഏത് URL എനിക്ക് എപ്പോഴും നോക്കിയിരിക്കേണ്ടതെന്ന്. ഞാനിവിടെ വന്ന് ന്യൂലോൺ കോപ്പി ചെയ്ത് ലൈക്ക് പേസ്റ്റ് ചെയ്തു, ഓക്കെ അടിച്ചു അല്ലെ. ഇത് ഇപ്പൊ ഇവിടെ ഡു നോട്ട് പ്രോക്സി ടു സ്റ്റോപ്പ് സെൻഡിങ് യുവർ സ്കോപ്പ് ഐറ്റംസ് ടു ഹിസ്റ്ററി ലൈക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ യെസ് അടിക്കുക. എന്നിട്ട് ലൈക്ക് ബാക്ക് ടു സൈഡ് മാപ്പ് പോയാൽ ഇവിടെ ഇപ്പൊ തന്നെ ഇങ്ങനെ കാണും. ബട്ട് വേണേൽ ലൈക്ക് ഓൾറെഡി ആക്സസ് ചെയ്ത് അവിടെ കാണുമല്ലോ, അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. റൈറ്റ്, അങ്ങ് ഡിലീറ്റ് ചെയ്യുക. ഇവിടെയും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. റൈറ്റ്, ഇനി ഞാനത് സ്കോപ്പിനകത്ത് താഴെ കൂടി ഇതേ ആഡ് ചെയ്തിട്ടുള്ളൂ. റൈറ്റ്, ഞാൻ ഇനി വേറെ എവിടെ പോയി എന്തടിച്ചാലും ഇവിടെ അങ്ങോട്ട് വരികയില്ല. റൈറ്റ്, യൂട്യൂബിൽ അടിച്ചു അല്ലെ നിങ്ങൾക്ക് ലൈക്ക് വേറെ എന്തെങ്കിലും കാണാം, ജിമെയിൽ അടിച്ചു, ഇതൊന്നും തന്നെ ഇവിടെ വരുന്നില്ല. ബ്രൗസർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ലൈക്ക് ആക്ച്വലി ഇപ്പം നിങ്ങൾ ക്രോമാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫയർഫോക്സ് എടുത്ത് അത് നിങ്ങൾക്ക് ഈ വെബ് സെക്യൂരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ ഇതേ മെത്തേഡ് തന്നെയാണ്. നിങ്ങൾ വെബ്സൈറ്റ് എടുക്കുക, സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക, പ്രോക്സി അങ്ങനെ വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ലൈക്ക് ബിൽറ്റിനായിട്ട് ഡിഫോൾട്ട് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉപയോഗിക്കേണ്ടതാണ് ലൈക്ക് എന്റെ അഭിപ്രായം. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാം കേട്ടോ. ഏത് ബ്രൗസർ വേണം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് MSന്റെ നിങ്ങൾ അത് ഈ ഒരു എക്സ്റ്റൻഷൻ എല്ലാം സെറ്റപ്പ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, അപ്പം അവിടെയാണ് വരിക. റൈറ്റ്, ഇവിടെ വന്ന് ഞാൻ ഇട്ട ലൈക്ക് റിക്വസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കണ്ടോ API ഹെഡ് ലൈക്ക് ടീംസ്
അങ്ങനത്തെ കാര്യങ്ങൾ ഇതെല്ലാം നമ്മളെ നെറ്റ്വർക്കിൽ കണ്ട അതേ കാര്യം തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കും അല്ലെ. 1 സെക്കൻഡ്. അപ്പം ഏകദേശം മനസ്സിലായി. അപ്പം നമ്മൾ സ്കോപ്പ് വരെ എത്തി. ഇവിടം വരെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ? ഓക്കെയാണ്. ഓക്കെ റൈറ്റ്. ആൻഡ് മേ ബി ദിസ് ഇവിടെ നിങ്ങൾക്ക് ലൈക്ക് അതിന്റെ തിരിച്ചുള്ള റെസ്പോൺസുകളും കാണാം കേട്ടോ. നമ്മൾ മുമ്പ് കാണാൻ അത്രയും ജാർഗനായിട്ടൊന്നും ഇരിപ്പൊന്നുമില്ല. ഓരോന്ന് എടുക്കുമ്പോഴത്തേനും അതിന്റെ റെസ്പോൺസ് എന്താണ് സെർവർ നൽകുന്നത് എന്നൊക്കെ പറഞ്ഞ് കാണാം. ആൻഡ് ഇവിടെ ലോഗിൻ ഇതുണ്ടോ? നമുക്ക് എന്താണ് പറയാ, റിപ്പീറ്ററിനെ പറ്റിയൊക്കെ സംസാരിക്കാം. ഞാനാണെങ്കിൽ എന്താണ് ഞാൻ നിങ്ങളെ മുമ്പേ ലൈക്ക് വെച്ച് ഇത് കാണിച്ചു കഴിഞ്ഞാൽ ലൈക്ക് നെറ്റ്വർക്കിംഗ് കാണിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ നെറ്റ്വർക്കിൽ വന്ന് ഓരോന്ന് ചെയ്യാം. ലൈക്ക് ഗെറ്റും അതും നിങ്ങൾക്ക് റീസെന്റ് ചെയ്യാം. അതായത് ഇപ്പൊ ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞെക്കി കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് പുതിയ പേരുകളും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം. ഓക്കെ, ചെയ്യുന്ന വിധം ഇവിടെ നിങ്ങൾ വന്നിട്ട് ഇവിടെ സെൻഡ് ടു റിപ്പീറ്റർ എന്ന് പറയുന്ന സാധനമാണ്. സെൻഡ് ടു റിപ്പീറ്റർ, ഇതാണ് റിപ്പീറ്റർ. സെൻഡ് ടു റിപ്പീറ്റർ അടിച്ച് കഴിയുമ്പോൾ ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞ പേജ് വന്നു. ഓക്കെ, ഇനി നിങ്ങൾ ഞാൻ ഒന്ന് ലോഗിൻ ചെയ്യാമേ. ലോഗിൻ ചെയ്യുമ്പോൾ ഡമ്മി 1 2 3 ഓക്കെ, ലൈക്ക് സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്യുമ്പോൾ ചാർജസും കാര്യങ്ങളൊക്കെ വന്നു. ഇവിടെ ഇവിടെ ഒരു പോസ്റ്റ് റിക്വസ്റ്റ് ഉണ്ടോ? ലോഗിൻ എപ്പോൾ പോസ്റ്റ് ഉണ്ടായാലും ഇപ്പൊ നിങ്ങൾക്ക് ഓക്കെ ഞാൻ ഒരു കാര്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഇതിനെ വേണമെങ്കിൽ ലൈക്ക് നമുക്ക് ഇത് ചെയ്യാം. സെൻഡ് ടു റിപ്പീറ്ററിലേക്ക് കൊടുക്കാം. റിപ്പീറ്റർ നിൽക്കുമ്പോഴത്തേന് ഇവിടെ നെയിം ഈക്വൽ ടു ആൻഡ് പാസ്വേഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ ഡമ്മി 1 ആൻഡ് പാസ്വേഡ് തന്നെ അടിക്കാവേ. ലൈക്ക് ഡമ്മി 1 2 3 ആണ് പാസ്വേഡ്. ഐ ഗസ് ഞാൻ സെൻഡ് ചെയ്യുന്നു. സെൻഡ് ചെയ്യുമ്പോഴത്തേനും യു ഷുഡ് ബി റീഡയറക്ട് ലൈക്ക് ഓട്ടോമാറ്റിക്കലി ടു ടാർഗറ്റ് URL. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് പേര് അല്ലെങ്കിൽ ലോഗിൻ എന്ന് പറയുന്ന സാധനം കിട്ടി. അപ്പൊ അത് കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ അപ്പുറത്തേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യുകയാണെന്നുള്ളതാണ്. അപ്പം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രൗസറിലേക്ക് റെസ്പോൺസ് ഓപ്പൺ ചെയ്യാന്ന് വെച്ചാൽ ഈ റെസ്പോൺസ് നിങ്ങൾക്ക് ബ്രൗസറിൽ കാണണമെങ്കിൽ ലൈക്ക് റെസ്പോൺസ് ഇൻ ബ്രൗസർ എന്നുണ്ട്. ഇത് കോപ്പി ചെയ്ത് നിങ്ങളുടെ ആ ഒരു ബ്രൗസറിലേക്ക് കോപ്പി ചെയ്ത് ലൈക്ക് പേസ്റ്റ് ചെയ്തിടുവാണെങ്കിൽ ഇതുണ്ടോ റീഡയറക്റ്റ് ആയി എന്തിലേക്കാണോ വന്ന് ഇതുപോലെ തന്നെ സെൻഡ് ആയി വരും. ഓക്കെ, ഇനി അഥവാ ഞാൻ ഡമ്മി എന്ന് പറയുന്നത് ചുമ്മാ ഒരു പാസ്വേഡാണ് കേട്ടോ. ഇട്ടിട്ട് സെൻഡ് ചെയ്യുവാണ്. അപ്പോൾ വേറൊരു സാധനം വന്നു. റൈറ്റ്, ഐ ഗസ് തെറ്റാണ് എന്നുള്ളതായിരിക്കണം. ഐ ഗസ് നമുക്ക് വേണമെങ്കിൽ ഇത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാം. യുവർ പാസ്വേഡ് ലൈക്ക് യുവർ യൂസർ നെയിം ഓർ പാസ്വേഡ് ഈസ് ഇൻകറക്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടോ. ഇങ്ങനെയാണ് നമുക്ക് റിപ്പീറ്റർ വെച്ച് ഓരോന്ന് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇതാണ് റിപ്പീറ്ററിന്റെ ഗുണം. നമുക്ക് വീണ്ടും റിക്വസ്റ്റുകൾ സെൻഡ് ചെയ്യാം. ലൈക്ക് സംടൈംസ് എന്നാ സംഭവിക്കാന്ന് വെച്ചാൽ ലൈക്ക് SSRF അല്ലെങ്കിൽ സെർവർ സൈഡ് റിക്വസ്റ്റ് ഫോർജറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ മെത്തഡോളജി ഒക്കെ ഉണ്ട്. ആൻഡ് അതൊക്കെ ഡിസ്കസ് ചെയ്യാത്ത എന്നാന്ന് വെച്ചാൽ പ്രൈമറിലി ബിക്കോസ് അതൊക്കെ ഞാനിപ്പോ പഠിപ്പിച്ച് ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം ഞാൻ ക്ലിയർ ആക്കണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. കാരണം അങ്ങനെ ഒരു ചോദ്യം വന്നായിരുന്നു. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു ഹാക്കിംഗ് മെത്തഡോളജിയോ കാര്യമൊക്കെ കാണിച്ചു തരാമെന്ന്. ഞാനിപ്പോ ഇത് കാണിച്ചു തന്നാലും ഇത് കാണിച്ചു തരുന്ന കാര്യമല്ല എന്തൊക്കെയായാലും ഔട്ട്ഡേറ്റഡ് ആയിരിക്കും. ഓക്കെ, കാരണം ഇതൊരു ഇവോൾവിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. പുതിയ പുതിയ എക്സ്പ്ലോയിറ്റ്സും കാര്യങ്ങളൊക്കെ അപ്പം ഡെവലപ്പ് ആവും. അതുപോലെ തന്നെ അതെല്ലാം ബാച്ചപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞ ബ്രൂട്ട് ഫോഴ്സിംഗ് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ അറ്റാക്കുകളൊക്കെ ഇപ്പോഴത്തെ ഏത് വെബ്സൈറ്റ് നിങ്ങൾ ചെയ്ത് നോക്കിയാലും, ഇപ്പം മോഡേൺ ആയിട്ടുള്ള ഏതൊരു സ്റ്റാൻഡേർഡ് വെബ്സൈറ്റ് ചെയ്ത് നോക്കിയാലും നിങ്ങൾ IP ഉടനെ അവർ ബ്ലോക്ക് ആക്കും. അല്ലെങ്കിൽ നിങ്ങൾ റോബോട്ട് ആണോ അല്ലെങ്കിൽ ചോദിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ API റേറ്റ് ലിമിറ്റിംഗ് എന്ന് പറയുന്നൊരു സാധനം ഇപ്പൊ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത്ര റിക്വസ്റ്റുകൾ ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ IP എന്തെങ്കിലും പ്രശ്നമുള്ളതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ബ്രൂട്ട് ഫോഴ്സിംഗ് ആയിട്ട് അത് ഫ്ലാഗ് ചെയ്ത് മാറ്റും. ഓക്കെ, ആൻഡ് മേ ബി നിങ്ങൾക്ക് റിസോഴ്സുകളിലേക്ക് ഞാൻ നിങ്ങളെ ഏറ്റവും അവസാനം ഗൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇവരുടെ തന്നെ, അതായത് ഈ ഒരു വെബ്സൈറ്റിന്റെ ഉണ്ടാക്കിയ ആൾക്കാരുടെ കോഡ്സിംഗർ അക്കാഡമി എന്ന് പറയുന്ന പറഞ്ഞുണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മെത്തഡോളജിയും കാര്യങ്ങളൊക്കെ കാണാം. ഒരുപാട് വായിക്കാനും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ റിസോഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് തൽക്കാലം ടൂളിലേക്ക് വരാം.
ടൂളിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങളിപ്പോ കണ്ടോ റിപ്പീറ്ററിനകത്ത് നമുക്ക് പല രീതിയിൽ നമുക്ക് സെൻഡ് ചെയ്യാം. ഇവിടെ പിന്നെ നിങ്ങൾ കണ്ടോ നിങ്ങൾ സെൻഡ് ചെയ്യുമ്പോഴത്തേന് ഹോസ്റ്റിലേക്കുള്ള കാര്യങ്ങൾ, പിന്നെ ഏത് യൂസർ ഏജന്റ് ആണ് നമ്മുടെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ലൈക്ക് വരിക. ഓക്കെ, അതൊക്കെയാണ് വെച്ചാൽ സെൻഡ് ചെയ്യുന്നത്. ഇവിടെ തിരിച്ചു വരുമ്പോഴത്തേനും അതേപോലെ തന്നെ കുറച്ച് മെറ്റാഡേറ്റയും കൊണ്ടായിരിക്കും തിരിച്ച് നമുക്ക് സെൻഡ് ആയി കിട്ടുക. ഓക്കെ, റിപ്പീറ്റർ എല്ലാവർക്കും ഒരുവിധം കത്തിയോ? എന്താണ് റിപ്പീറ്ററിന് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ചിന്ന ഐഡിയ കിട്ടിയോ? ആൻഡ് അനദർ തിങ് ഇവിടെ നിങ്ങൾക്ക് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇതൊക്കെ ചില സമയത്ത് വേറെ രീതിയിലുള്ള ടെക്സ്റ്റ് ഒക്കെ ആയിരിക്കും. ഇത് URL എൻകോഡിങ് 64 ലൈക്ക് പല രീതിയിൽ നമുക്ക് മാറ്റുമ്പോഴത്തേനും ഇപ്പൊ ചില സൈറ്റുകളൊക്കെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഒരു URL എൻകോഡ് ചെയ്യും. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ആൾക്കാരെ പെട്ടെന്ന് മനസ്സിലാകാതിരിക്കാന്, അത് പെട്ടെന്ന് പാസ് ചെയ്തിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് മേ ബി ഒരു I should not do this, but കുഴപ്പമില്ല. ഇത് ഞങ്ങളൊരു കോളേജിന്റെ വെബ്സൈറ്റ് ആണ്. കോപ്പി ചെയ്യാം. ഏകദേശം ഇത് ഇവിടെ വരില്ല, കാരണം ഞാൻ സ്കോപ്പിൽ ആഡ് ചെയ്തിട്ടല്ലോ, ആഡ് ചെയ്യാത്തതാണ്. ഓക്കെ, ആഡ് ചെയ്തു. ഒന്നില്ല. നിങ്ങൾ ഇൻക്ലൂഡ് സബ് ഡൊമൈൻസ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷനും കൂടെ കൊടുക്കുവാണെങ്കിൽ ആയിരിക്കും കറക്റ്റായിട്ട് വർക്ക് ആവുക. അല്ലെ നമുക്കത് മാറ്റാൻ വെറുതെ ടൈം കളയുന്നില്ല. ലോഗിങ് ഔട്ട് ഓഫ് സ്കോപ്പ്. ഓക്കെ, റീഎനേബിൾ. ഫോർ സം റീസൺ ഇറ്റ്സ് നോട്ട് കമ്മിങ് ഔട്ട്. ഓക്കെ, എനിവേ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മളിത് ചെയ്യുമ്പോഴത്തേനും ഒരു URL എൻകോഡർ മേ ബി ഇവിടെ തന്നെ നോക്കാം. me1 me2 സൈൻ ചെയ്യുമ്പോഴത്തേനും ഐ ഗസ് next.php നോ, ഇല്ല, വരുന്നില്ല. ഓക്കെ, ഇത് ഇവിടെ കണ്ടോ. ഓക്കെ, വന്നിട്ടുണ്ട്. കോപ്പി ചെയ്യാം. നിങ്ങൾക്ക് വെബ്സൈറ്റിലോട്ട് വരാം. റിപ്പീറ്റർ എടുക്കണം. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ മെത്തേഡുകൾ ചെക്ക് ലോഗ്, പിന്നെ കുറെ ഇവിടെ കാണാം നിങ്ങൾക്ക്. ആക്ച്വലി ഇല്ലെന്ന് തോന്നുന്നല്ലേ. ഇവിടെ ഡീകോഡറിനകത്തുണ്ട്. ഓക്കെ, ആക്ച്വലി വെറുതെ ഇൻസ്പെക്ടർ പോയി കഷ്ടപ്പെടുന്നില്ല. ഇവിടെ ഡീകോഡർ ഉണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് ലൈക്ക് സെറ്റപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ഡീകോഡ് ആസ് URL ഐ ബിലീവ്. ഓക്കെ, URL. ഓക്കെ, ഇതുണ്ടോ, ഞാൻ ഇവിടെ ഒരു കാര്യം പേസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ലൈക്ക് വന്നു. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ പറഞ്ഞു ഡീകോഡ് ആസ് URL എന്ന്. URL ആയിട്ട് ഡീകോഡ് ചെയ്യാനായിട്ട് പറഞ്ഞപ്പോഴത്തേനും ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ലൈക്ക് സം കൈൻഡ് ഓഫ് ഏതോ ഒരു ലൈക്ക് പെർസെന്റേജ് സിമ്പിൾ, പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ട്. അതെല്ലാം മാറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുണ്ടോ എനിക്കൊരു സ്ട്രിങ് തന്നിരിക്കുന്നത്. ഞാൻ ഡീകോഡറിന്റെ കൂടെ നമുക്ക് ഡീകോഡറിനകത്ത് പല കാര്യങ്ങളൊക്കെ ചെയ്യാം. ലൈക്ക് base64 ആയിട്ട് മാറ്റാം. base64 ആണുള്ളത് ഐ ഗസ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ എൻകോഡ് ചെയ്യാം. എൻകോഡ് ചെയ്യുന്നതെന്നൊക്കെ വെച്ചാല് അതിനൊരു ചെറിയൊരു മെത്തഡോളജിയാണ്. ലൈക്ക് നമ്മൾ എൻകോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എൻകോഡ് ചെയ്ത് ബ്രൗസറിനെ കിട്ടി കഴിയുമ്പോൾ ബ്രൗസറിൽ പാഴ്സ് ചെയ്ത് തിരിച്ച് അതിലേക്ക് മാറ്റും. അപ്പം അതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ചെയ്ത് നോക്കാം. base64 ആയിട്ട് നോക്കിയാൽ ഐ ഗസ് മോസ്റ്റ് പ്രോബബ്ലി ഇത് ചെയ്യേണ്ടതാണ്. ഇല്ല, അത് സെർച്ച് ആയി പോകണം. ഓക്കെ, നെവർ മൈൻഡ്. ഓക്കെ, ഇതർ വൈസ് അതാണ് ഡീകോഡറിന്റെ ഒരു കാര്യം. ലൈക്ക് റിപ്പീറ്റർ ആൻഡ് ഡീകോഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു URL കിട്ടാത്ത ലൈക്ക് എൻകോഡ് ചെയ്ത് വേറെ ഏതൊരു ഭാഷയിൽ എൻകോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡീകോഡ് ചെയ്യാനായിട്ടാണ് ഡീകോഡർ ഉപയോഗിക്കുക. ഓക്കെ, സോ റിപ്പീറ്റർ ആൻഡ് ഡീകോഡർ ഇത് രണ്ടും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു.
പെട്ടെന്ന് നടന്നു പോവാം. പിന്നെ ഞാൻ ലൈക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കാണിക്കാനായിട്ടുള്ളത് ഇൻട്രൂഡർ എന്ന് പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങളിപ്പോ കണ്ടില്ലായിരുന്നോ, നമ്മള് ഈ ഒരു റിപ്പീറ്ററിനകത്ത് ഞാനൊരു കുറച്ച് ഡേറ്റ ഇട്ട് കൊടുത്തിട്ട് ഞാൻ സെർച്ച് ചെയ്തു. പിന്നെ ഞാൻ ചെറിയ ബ്രൂട്ട് ഫോഴ്സിംഗ് അറ്റാക്ക് കാണിക്കാം. ബ്രൂട്ട് ഫോഴ്സിംഗ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്നാ ഒരു ഡിക്ഷണറി അറ്റാക്ക് അല്ലെങ്കിൽ പല പാസ്വേഡും പല ലോഗിൻ ക്രെഡൻഷ്യൽസും എല്ലാം ഉപയോഗിച്ച് ലൈക്ക് സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ലൈക്ക് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ചെയ്യുക. Like let me check. Okay. See, we improve. Right. So this goes. Okay. Cool. Right. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞാല് ഇപ്പം നെയിം ഡമ്മി പറയുന്നുണ്ട്, പാസ്വേഡ് ഡമ്മി അങ്ങനെയുള്ളത്. അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ് നമ്മുടെ ആള്, അതായത് ഈ വെബ്സൈറ്റിന്റെ ഓണർ അത്ര നല്ല ക്രെഡൻഷ്യൽസ് ഒന്നും ആഡ് ചെയ്യുന്ന ആളൊന്നുമല്ല. അങ്ങനെ വരുമ്പോഴത്തേന് വീക്ക് പാസ്വേഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നത്. ഇമാജിൻ ലെറ്റ്സ് നമ്മുടെ മീറ്റിംഗ് വിശാലിന്റെ യൂസർ നെയിം നമുക്കറിയാം. യൂസർ നെയിം അറിഞ്ഞിട്ട് പുള്ളിയുടെ പാസ്വേഡ് നമുക്ക് അറിയത്തില്ല. പക്ഷെ പാസ്വേഡ് മേ ബി നമുക്ക് ഗസ് ചെയ്യാം, വിശാലിന്റെ ബർത്ത്ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കാം, അല്ലെ? അങ്ങനെ വെച്ചിട്ട് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കി അതിനെ നമ്മൾ ഫസ്റ്റ് അറ്റാക്ക് ചെയ്യും. ഞാൻ എനിക്കൊരു ഐഡിയ കിട്ടി, ഇവിടെ വരും. എനിക്ക് ഡമ്മി വണ്ണുന്ന യൂസറിനെ നിങ്ങൾ എല്ലാവരെയും ഇവിടെ കണ്ടു, നമ്മുടെ യൂസേഴ്സിൽ കണ്ടു. എന്താണ് ഡമ്മി വണ്ണ യൂസറിനെ കണ്ടു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇച്ചിരി ശത്രുതയുള്ള ആളാണെന്ന് വെച്ചു ഡമ്മി വണ്ണ. ലൈക്ക് ഡമ്മി വണ്ണിന്റെ ലൈക്ക് പാസ്വേഡ് കണ്ടുപിടിക്കണം, ചുമ്മാ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട്. ലൈക്ക് ആ പാസ്വേഡ് ഒക്കെ ചേഞ്ച് ചെയ്തൊന്ന് പറ്റിക്കാൻ വേണ്ടി. അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ റിയൽ ലൈഫില്. റൈറ്റ്. അപ്പം നമ്മുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, ഓക്കെ ഡമ്മി അത്ര നല്ല പാസ്വേഡ് ഒന്നും ചെയ്യുന്ന ആളൊന്നും അല്ല എന്നൊരു മനുഷ്യന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കുറച്ച് പേലോഡ്സ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സിമ്പിൾ പേലോഡ്സ് എന്ന് പറയുന്നത്. അപ്പം എനിക്കിവിടെ വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ ആഡ് ചെയ്യുവാണ്. അപ്പം ഡമ്മിന്റെ പാസ്വേഡ് ആണെന്ന് വിചാരിക്കട്ടെ, അല്ലെങ്കിൽ ഡമ്മി 1 ആഡ്, ഡമ്മി 2 ആഡ്, ഡമ്മി 4 ആഡ്, ഡമ്മി 1 2 3 ആഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ പാസ്വേഡ്. നമുക്കറിയത്തില്ലെന്ന് വിചാരിക്കാം. ഓക്കെ, റൈറ്റ്. അപ്പം നമുക്ക് ഇതിൽ എന്താണ് ചേഞ്ച് ആവേണ്ടത്? ഇത് ശരിക്കും എന്നാ ഈ ഇൻക്ലൂഡർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതേ റിക്വസ്റ്റ് നമ്മൾ റിപ്പീറ്ററിനകത്ത് ഇതേ റിക്വസ്റ്റ് നമുക്ക് സെൻഡ് ചെയ്യാമല്ലോ. വീണ്ടും സെൻഡ് ചെയ്തു, അവിടെ പോയി റെൻഡർ അടിക്കുമ്പോഴത്തേനും ഇവിടെ വരുമ്പോഴത്തേനും എന്താ പറയുക, യൂസർ നെയിം പാസ്വേഡ് ഒന്നും ഇല്ലെന്നാണ് പറയുക. അത് വീണ്ടും സെൻഡ് ചെയ്യുന്നു. ഇൻട്രോഡർ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടെക്സ്റ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ സെൻഡ് ചെയ്ത് വിടാം. സെൻഡ് ചെയ്ത് വരുമ്പോഴത്തേനും ഇവിടെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഏത് ഭാഗമാണ് ചേഞ്ച് ആവേണ്ടത്? ഈ ഭാഗം. അപ്പൊ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആഡ് എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ആഡ് ഒരു ഡോർ സിമ്പിൾ പോലെ രണ്ട് സാധനങ്ങൾ അതിന് ചുറ്റും വന്നിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലെറ്റ്സ് സ്റ്റാർട്ട് അറ്റാക്ക് കൊടുക്കാം. ഓക്കെ, സ്റ്റാർട്ട് അറ്റാക്ക് കൊടുക്കുന്നതിന്റെ ഒരു കാര്യം നിങ്ങൾക്കാണ് നിൽക്കുമ്പോൾ ഓക്കെ പറയുകയാണ്, ഇതെന്തോ അറ്റാക്സ് ആർ ടൈം ത്രോട്ടിൽ എന്ന് പറയുകയാണ്. ഫോർ ഫുൾ വേർഷൻ എന്നുള്ള പറയുന്നത് മാത്രമേ ഉള്ളൂ. ലൈക്ക് ലെറ്റ്സ് സ്റ്റാർട്ട് അറ്റാക്ക് കൊടുക്കാം. Disabled and attacks are time throttle. Okay, good. And what's happening? Oh, okay, already വന്നായിരുന്നു. ഓക്കെ, സി നിങ്ങൾ ഇവിടെ കുറച്ച് കാര്യം ശ്രദ്ധിച്ചോ. ആദ്യത്തേത് നമ്മൾ സെൻഡ് ചെയ്തപ്പോഴത്തേനും പാസ്വേഡ് ഡമ്മി എന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ? ഇത് നമ്മൾ റിപ്പീറ്റർ സെൻഡ് ചെയ്ത ഓരോ റിക്വസ്റ്റുകളാണ്. ഓക്കെ, രണ്ടാമത്തെ നോക്കിയപ്പോഴത്തേനുണ്ടോ ഡമ്മി 1 ഡമ്മി എന്ന് പറഞ്ഞാണ്. രണ്ടാമത്തെ റിക്വസ്റ്റ് നോക്കിയപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതുണ്ടോ ഡമ്മി 1 പാസ്വേഡ് ഡമ്മി 1 എന്ന് പറഞ്ഞു വന്നു. മൂന്നാമത്തെ റിക്വസ്റ്റ് നോക്കിയപ്പോഴത്തേനും ഡമ്മി 1 ഡമ്മി 2 എന്ന് പറഞ്ഞു വന്നു. ഡമ്മി 4 ഇതെല്ലാം 200 വരുന്നുണ്ട്. റൈറ്റ്, ഇതെല്ലാം നിങ്ങൾ അപ്പൊ ഇതിന്റെ പാറ്റേൺ ശ്രദ്ധിക്കണം. ഇപ്പൊ പാറ്റേൺ നോക്കുമ്പോൾ എല്ലായിടത്തും 200 വരുന്നുണ്ട്. 200 വരുമ്പോഴത്തെ അർത്ഥം എന്താണ്? നമ്മൾ ഓടിച്ചെന്ന് ലൈക്ക് നമ്മൾ ലൈക്ക് നോക്കിയായിരുന്നു. ഇപ്പം റെൻഡർ ചെയ്യാൻ പറ്റുന്നില്ല ഫോർ സം റീസൺ ഐ ഗസ്. ഓക്കെ, ഇത് 200 ആകുമെന്ന് പറഞ്ഞാല് മുമ്പേ നമ്മൾ റിപ്പീറ്റർ സെൻഡ് ചെയ്തപ്പം അത് 200 എപ്പോഴാണെന്ന് ലൈക്ക് പാസ്വേഡ് തെറ്റായി വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിന് മുമ്പ് കറക്റ്റ് ഡമ്മി 1 2 3 എന്ന് പറയുന്ന പാസ്വേഡ് അടിച്ച് വന്നപ്പോഴത്തേനും ലൈക്ക് ഓക്കെ ഡമ്മി 1 സെൻഡ് ചെയ്തപ്പോഴത്തേനും ഇച്ചിരി വെയിറ്റ് ചെയ്ത് 302 ആണ് വന്നത്. അല്ലെ, ഒരു ചെറിയൊരു പാറ്റേൺ വ്യത്യാസം, പാറ്റേൺ റെക്കഗ്നീഷൻ ആണ് ഇവിടെ. ഓക്കെ, അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേനും
നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ സ്റ്റാറ്റസ് കോഡ്, അതാണ് ഞാൻ പറഞ്ഞത് സ്റ്റാറ്റസ് കോഡുകളൊക്കെ ശ്രദ്ധിക്കണമെന്ന്. ഓക്കെ, സ്റ്റാറ്റസ് കോഡ് ഇവിടെ നോക്കത്തേനും ഡമ്മി 1 എന്ന് പറഞ്ഞിട്ടുണ്ട്, പാസ്വേഡ് ഡമ്മി 1 2 3. അപ്പൊ ഇവിടെ എന്തോട്ടെ ഒന്ന് യു റീഡയറക്റ്റഡ് ടു ഓട്ടോമാറ്റിക്കലി ടു ടാർഗറ്റ് URL എന്ന് പറഞ്ഞുണ്ട്. ഓക്കെ, ഇതാണ് ഒരു ബ്രൂട്ട് ഫോഴ്സ്. ഇതിന് ആക്ച്വലി ഡിക്ഷണറി അറ്റാക്ക് എന്നാണ് പറയുക, ഡിക്ഷണറി അറ്റാക്ക് എന്നാണ് ഞാൻ പറയുന്നത്. ഐ ഗെസ് ഇറ്റ്സ് ബ്രൂട്ട് ഫോഴ്സ് ഓർ either brute force or dictionary attack. Let me just confirm. Include attack. Because ഈ brute force attack and dictionary attack ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് മാറ്റിയും മറിഞ്ഞും പറയുന്നതുകൊണ്ട് ലൈക്ക് നമുക്ക് കറക്റ്റ് കിട്ടണമല്ലോ നിങ്ങൾക്ക് ആ ടെർമിനോളജി. Right, okay. So basically, yeah, it's still confusing. Okay, it's possibly a dictionary attack, right? നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ ഇതിനകത്തുള്ള ആൾക്കാരില്? What do you think? Dictionary or brute force? Just put in the message box. Status 403. Status 403 എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ അതാണ് നമ്മള് സ്റ്റാറ്റസ്. എനിക്ക് ഓൺ ടോപ്പ് ഓഫ് ദ ഹെഡ് അറിയില്ലായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോ യൂഷ്വലി എന്താ ചെയ്യുക, ലൈക്ക് വാട്ട് ഈസ് അല്ലെ സ്റ്റാറ്റസ് 403 എന്താണെന്ന് അടിച്ചു നോക്കാം. ഇപ്പൊ 403 ഫോർബിഡൻ, ലൈക്ക് അങ്ങനെ സെർവർ നിങ്ങൾക്ക് ഇത് കിട്ടി, പക്ഷെ അത് നിങ്ങൾക്ക് അനുവദനീയമല്ല എന്നാണ് പറയുക. ഓക്കെ, 404 എന്ന് പറഞ്ഞാൽ ലൈക്ക് നോട്ട് ഫൗണ്ട്. നോട്ട് ഫൗണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കൂടെ നോക്കുക കേട്ടോ. നിങ്ങൾ ഇതെല്ലാം ടോപ്പ് ഓഫ് ദ ഹെഡ് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കണമെന്നൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കുന്നതിന് പ്ലീസ് ബൈ ഓൾ മീൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഡയറക്റ്റ് ഇൻസ്പെക്ടർ ഒക്കെ റിക്വസ്റ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റില്ലേ? ഡയറക്റ്റ് ഇൻസ്പെക്ടർ ഓൺ ആക്കി റിക്വസ്റ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റില്ലേ? ലൈക്ക് പറ്റും, ഉറപ്പായിട്ടും പറ്റും. ഞാനതാണ് പറഞ്ഞത്. ഈ ബോക്സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ലൈക്ക് എന്താ പറയാ, ഭയങ്കരമായിട്ട് ഇതിനു വേണ്ടി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എന്താ പറയാ റിക്വസ്റ്റ് ലൈക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതിയോ അല്ലെങ്കിൽ ഒരു ബ്രൗസറെ കൂടെ തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇച്ചിരി എളുപ്പമായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ വേർഡ് ലിസ്റ്റ് ആഡ് ചെയ്യാം അല്ലെ, അങ്ങനത്തെ പല കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് തന്നെ കാര്യങ്ങളെല്ലാം നടന്നു പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് ലൈക്ക് ഒരു ബോക്സ്യൂട്ടിന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയാം. ഇവിടെ തന്നെ പലതരം പേലോഡ്സുകളുണ്ട്. ലൈക്ക് സംടൈം എനിക്ക് ഒരു കമ്മ്യൂണിറ്റി എഡിഷനില് അത് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാം തന്നെ കമ്മ്യൂണിറ്റി എഡിഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. സോറി, പ്രൊഫഷണൽ വേർഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പല വേർഷൻസ് ഉണ്ട്. ഇതിപ്പോ സിമ്പിൾ പേലോഡ് ആണെങ്കിൽ ഒരിടത്ത് മാത്രം പേലോഡ് വന്നിട്ട് അവിടെ എല്ലാം സബ്സ്ക്രിപ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ പല അറ്റാക്സ് ഉണ്ട്, സ്നൈപ്പർ അറ്റാക്സ്, ബാറ്ററി റാം, പിച്ച് ഫോർക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൽ തന്നെയുണ്ട്. ഓക്കെ, അത് ഇതിൽ കിട്ടത്തില്ല. ഇതിൽ കിട്ടാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ മേ ബി സാപ്പ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ബോക്സ്യൂട്ടിന്റെ പ്രൊഫഷണൽ വേർഷൻ കിട്ടുവാണെങ്കിൽ, ക്രാക്ടോ എല്ലാം കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഒപ്പിച്ച് ചെയ്യാൻ നോക്കുക കേട്ടോ. പോസിബിളി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കൂടുതലും പറയാനായിട്ട്. ലൈക്ക് ഇറ്റ്സ് സിമ്പിൾ. ഇത് ബാക്കിയുള്ള എല്ലാം തന്നെ കൊളാബറേറ്റർ പറഞ്ഞാല് അതിലേക്ക് കിടക്കണമെങ്കിൽ ഇച്ചിരിയും കൂടെ വെബ് ഡെവലപ്മെന്റിലേക്ക് കിടക്കണം. അപ്പം അതിലേക്ക് ഞാൻ അധികം കിടക്കുന്നില്ല. ലോഗർ എന്ന് പറഞ്ഞാല് സിമ്പിൾ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം, ലൈക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കാണാം. ലോഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം വിട്ട് കഴിഞ്ഞിട്ടുള്ള ഓരോ റിക്വസ്റ്റുകളാണ് ഇവിടെ വന്ന് കിടക്കുന്നത്, ലൈക്ക് ഒരു ഹിസ്റ്ററി പോലെ. അവിടെ ലോഗർ എക്സ്റ്റൻഷൻസ് ലൈക്ക് ആക്ച്വലി ഇതിൽ തന്നെ കുറെ പേര് ഈ ബോക്സ്യൂട്ടിൽ ആഡ് ചെയ്യാൻ വേണ്ടി കുറെ എക്സ്റ്റൻഷൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, പല കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ, വളർന്നുകൂടിയൊക്കെ അസസ് ചെയ്യാനായിട്ട് എക്സ്റ്റൻഷൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എക്സ്റ്റൻഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, നമ്മുടെ ബ്രൗസറിൽ ആഡ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. pretty much that's it. അതാണ് ഇന്നത്തെ ക്ലാസ്. ഇച്ചിരി സ്പീഡിൽ കഴിയുന്ന അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഈ റിപ്പീറ്റർ ബേസ് ചെയ്തായിരിക്കും കേട്ടോ നിങ്ങൾ ടാസ്കുകളും വരിക. ഇന്നത്തെ ടാസ്കുകളും വരിക ഈ ഒരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിനെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. കാരണം ലൈക്ക് കോർഡിനേറ്റേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് CTF വരുമ്പോഴത്തേനും എന്തൊക്കെയോ ബിഗ് പ്ലാൻസ് അവരുടെ കയ്യിലുണ്ട്. അപ്പം നമുക്കത് കാണാം.
സോ തൽക്കാലം നിങ്ങൾക്ക് ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സിമ്പിൾ തന്നെയായിരിക്കും കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ ടാസ്കുകളൊക്കെ എല്ലാവർക്കും ചെയ്യാൻ സാധിച്ചായിരുന്നോ? എളുപ്പമായിരുന്നോ? എന്ത് തോന്നുന്നു? കോഡ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ മീൻസ് പേലോഡൊക്കെ ബെറ്റർ അൺസെൻസേർഡ് ഉണ്ടോ? യൂഷ്വലി ആൾക്കാര് എന്ന് വെച്ചാല് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ലൈക് സൈബർ സെക്യൂരിറ്റി ഫീൽഡ് ആൾക്കാരെന്ന് വെച്ചാൽ ലോക്കലി ഓരോന്ന് എടുക്കുകയാണ്. ലൈക് ലോക്കൽ ഓരോ ഇതിനെ കൊണ്ട് റൺ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യാറ് ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച്. കാരണം നമുക്ക് തന്നെ അതിന്റെ വെയിറ്റ്സും കാര്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെയിറ്റ്സ് അല്ല ലൈക്ക് അതിന്റെ ഒരു എന്താ പറയാ ഹോൾ ഇതിലൊക്കെ നമ്മൾ മാറ്റി അതിന് ഗാർഡ് റെയിൽസ് ഒക്കെ മാറ്റി അൺസെൻസേർഡ് ആയിട്ട് എടുക്കാമല്ലോ. ലോക്കലി ചെയ്തായിരിക്കും ഞാൻ കണ്ടുള്ളത്. ലോക്കലും ഫെഡറൽ ചെയ്യാനല്ലേ നമുക്ക് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള മോഡൽസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ എന്റെ അറിവ് ശരിയാണെങ്കിൽ അല്ലെന്നാണ് എന്റെ നിങ്ങൾ കഴിഞ്ഞ ഡേയില് ടാസ്ക് ഡിസ്കസ് ചെയ്യാമോ? ഇതിൽ തന്നെ കയറാല്ലേ. ഓ ക്ലിയർ ടെക്സ്റ്റ് കൺഫ്യൂഷൻസ്. ഓക്കെ, ഇവിടെ ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ വന്നായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇത് മിക്കവർക്കും കിട്ടിയത് ഇതിന്റെ ഒരു ഹോൾ ഡീൽ എന്താണെന്ന്. ഓക്കെ, ഇതിന്റെ ഹോൾ ഡീൽ എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ദിവസം ഒരു സെർവർ അല്ലെങ്കിൽ ഒരു IP നിങ്ങൾക്ക് തന്നായിരുന്നു. ഇത് സിംപ്ലി പുട്ട് ഒന്ന് നിങ്ങൾ എന്താണ് പറയാ ബ്രൗസറിൽ ഓപ്പൺ ചെയ്താൽ മതി. ഇവിടെ ഒരു വെബ്സൈറ്റ് ടാസ്ക് IP. യെസ്, കറക്റ്റാണ് സാർ. കാരണം നിങ്ങൾ അതൊന്നും ചിന്തിക്കേണ്ടത്. കാരണം നിങ്ങൾ എല്ലാ എടുത്തപ്പോ തന്നെ 443യും പിന്നെ പോർട്ട് 80 ഒക്കെ ഓപ്പൺ ആണ്. ഞാൻ അന്നേ പറഞ്ഞായിരുന്നു പോർട്ട് 80യും 443 എന്നൊക്കെ പറഞ്ഞാല് ഏതോ HTTP സെർവർ അതിനകത്ത് ഓടുന്നുണ്ട് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഓടുന്നുണ്ടായിട്ടാണ്. മേ ബി ആ രീതിയിലൊക്കെ ചിന്തിച്ച് നോക്കിയാൽ മതിയാണ്. ഇറ്റ്സ് ഓൾ ഗുഡ്. നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാം ചലഞ്ച്. ഓക്കെ, ഓൾറെഡി എന്റെ അതിനകത്ത് ചലഞ്ച് കിടപ്പുണ്ട്. It's all right. Let me take this terminal. Wait a minute. Just Wireshark open ചെയ്താൽ മതിയല്ലോ. Capture challenge ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ടെക്സ്റ്റ് കൺഫ്യൂഷൻ. Someone logged into an internal web app or plain HTTP കൂടെ ആരാണ്ട് ലൈക്ക് ഇന്റർണൽ വെബിൽ കയറി അവരുടെ ക്രെഡൻഷ്യൽസ് ഫൈൻഡ് ചെയ്യുക, അതിനകത്തെ ഒളിഞ്ഞിരിക്കുന്ന ഫ്ലാഗ് റിക്വസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ആർക്കൂടെ HTTP എന്ന് പറയുന്നുള്ളത് ഉള്ളത് ഇപ്പൊ ഈ മാത്രം അല്ലെ. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ചെയ്യാം. ഇവിടെ വരുമ്പോ ഇവിടെ വരുമ്പോഴത്തേന് ഇവിടെ ബൈറ്റ്സിനകത്ത് കിടപ്പുണ്ട് കണ്ടോ, ഫ്ലാഗ് എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞ. ആക്ച്വലി കോപ്പി ചെയ്യേണ്ടതാണ്. ഫ്ലാഗ് HTTP ക്രാക്സ് എക്സ്പോസ്ഡ്. ഓക്കെ, കറക്റ്റല്ലേ? ഓക്കെ, കറക്റ്റായി വന്നു. അത്രേ ഉള്ളൂ. ഇനി വില്ലേജ് പ്രോട്ടോകോൾ എന്ന് പറയാം. PK contains FTP ട്രാഫിക്. FTP എന്ന് പറഞ്ഞാൽ ഒത്തിരി പണ്ടത്തെ ട്രാഫിക്കാണ്, ഒത്തിരി പണ്ടത്തെ പ്രോട്ടോകോളാണ്. ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, ബട്ട് അതിന്റെ ഒരു സെക്യൂർ വേർഷൻ ഉണ്ട്. ഇപ്പൊ SFTP എന്ന് പറഞ്ഞുകൊണ്ട് അത്രമേ പോപ്പുലർ ആണ് കേട്ടോ. ആക്ച്വലി സെർവർ സൈഡിലൊക്കെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെ ഒത്തിരി ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. ബട്ട് ഇപ്പൊ അത് SFTP ആണ്. സെക്യൂർ HTTPS എന്ന് പറഞ്ഞ പോലെ SFTP ആയി മാറി. ആൻഡ് അവിടെ വരുമ്പോഴത്തേനും FTP എന്ന് പറഞ്ഞിട്ടുണ്ട്. find the FTP session and grab the flag hiding in the login credentials. ഇവിടെ FTP നമ്മൾ നോക്കുക. FTP ലൈക്ക് ഫീച്ചർ അഡ്മിനുള്ളതുകൊണ്ട് ഏതൊരു ലോഗിൻ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് റിക്വസ്റ്റ് ലൈക്ക് റെസ്പോൺസ് വരിക ഇവിടെ വന്നു. ഇവിടെ തന്നെ ബോക്സിൽ തന്നെ ഒന്നുമില്ല. അപ്പൊ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. വേറെ വരുന്ന ഒരു ലൈക്ക് പാക്കറ്റ് ആണ് ഇത്. TCP out of order has flag FTP no encryption എന്ന് പറഞ്ഞാണ്. ഓക്കെ, താങ്ക് ഗോഡ് ഇങ്ങനെ കോപ്പി ആയി. കോപ്പി ഇത് കണ്ടോ, ഇവിടെ ഒരു ഫ്ലാഗ് കിടപ്പുണ്ട്. അങ്ങനെയാണ് അത് എടുക്കുക, അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക.
ഇത് ഒത്തിരി പേർക്ക് പ്രശ്നം പറ്റിയായിട്ട് വന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല. ചിലർക്ക് കിട്ടി, ചിലർക്ക് കിട്ടിയില്ല. നിങ്ങൾ എന്നോട് പറഞ്ഞ ആൻസർ കറക്റ്റ് ആയിരുന്നു, സൊല്യൂഷൻ കറക്റ്റ് ആണ്. നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോഴത്തേന് എന്തോ ഇഷ്യൂ വന്നു എന്ന് പറഞ്ഞാണ് പറഞ്ഞത്. പിന്നെ ഞാൻ പിന്നെ ചെക്ക് ചെയ്ത് നോക്കി ഒന്നുകൂടെ നോക്കാൻ പറഞ്ഞപ്പോഴത്തേനും ചിലർക്ക് കിട്ടിയില്ല. ഐ മീൻ ചിലർക്ക് കിട്ടി. എല്ലാവർക്കും പ്രശ്നമായിരുന്നു ഈ ഇതില്, അതോ ചിലർക്ക് മാത്രമേ അങ്ങനെ പ്രശ്നം വന്നുള്ളൂ ഈ ഒരു ഫ്ലാഗിന്റെ കാര്യത്തിൽ? ഓക്കെ, ഇതിന്റെ ഇത് ഡിസ്കസ് ചെയ്യാം. നോട്ട് ഓൾ ICMP പാക്കറ്റ്സ് ആർ ജസ്റ്റ് പിങ്സ്. നമ്മൾ പറയുന്നത് ICMP പാക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ പിങ്സ് വിടാനായിട്ടുള്ള ഒരു ആ ഒരു പ്രോട്ടോകോൾ ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതിനകത്ത് അതിന്റെ പാക്കറ്റ്സ് കണ്ടുപിടിച്ച് അതിനകത്ത് ഏതൊരു ICMP പാക്കറ്റിലെ ഏതൊരു പേലോഡ് സെർച്ച് ചെയ്യാനാണ് നോക്കാം. പറയാം. അപ്പൊ നമുക്ക് ICMP നോക്കാം. ICMP ആകെയുള്ള ഒറ്റ ഒരെണ്ണമാണ്. അവിടെ ഫ്ലാഗ് ICMP പേലോഡ് ഹൈഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാസ്കി കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. അതെ, സമയം അതെ, അതും കറക്റ്റ് ആയിട്ട്. ഓക്കെ അല്ലേ? അല്ല, ഓക്കെ അല്ലേ? ഇത് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാനോ സംസാരിക്കാനോ? സൈബർ സെക്യൂരിറ്റി അല്ലെ എന്തൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടോ? ഓക്കെ ഓക്കെ, എന്നാ പിന്നെ see you guys. Thanks for joining. Thanks so much, guys. Good night. God bless.